ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ. ആപ്കി അദാലത്ത് രജത് ശർമ്മയോടൊപ്പം. നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദുബായിലെ നല്ലൊരു സായാഹ്ന നേരം. ഇന്ന് ഇവിടെ നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറാണ്. ബജ്രംഗി ഭായ്ജാനെയും സുൽത്താനെയും കയ്യിൽ വെച്ച വ്യക്തി, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം, സിനിമയുടെ ചക്രവർത്തിയായ സൽമാൻ ഖാനാണ്. പ്ലീസ് വെൽക്കം സൽമാൻ ഖാൻ. സൽമാൻ, കുറെ കാലമായി താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. സ്വാഗതം. ഇരിക്കാനോ വേണ്ടിയുള്ള കസേര തയ്യാറാണ്. ഇതൊക്കെ ഞാൻ മറന്നുപോയി സർ. 35 വർഷത്തെ കരിയറാണ് സൽമാൻ. ഓരോന്നും ഓരോ ഹിറ്റാണ്. എന്നിരുന്നാലും 9 വർഷമായിട്ട് താങ്കളെ അന്വേഷിക്കുകയാണ്. ആപ്കി അദാലത്തിൽ താങ്കൾ എത്താൻ വേണ്ടി 9 വർഷം ഞങ്ങളും കാത്തിരുന്നു. നിങ്ങൾ എന്താ ചോദിക്കുന്നതെന്ന് അറിയില്ല. ശരി, നിങ്ങൾ ചോദിച്ചോളൂ. പക്ഷെ ഞാൻ എന്ത് മറുപടി തരുന്നു പറയാൻ പറ്റില്ല. നിങ്ങൾ ചോദിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്ത് മറുപടി തരുന്നു എന്നതാണ് പ്രശ്നം. ദാ ഈ മൈക്കുണ്ടല്ലോ, ഇത് വളരെ അപകടം പിടിച്ച സാധനം. പിന്നെ നമ്മുടെ തലയുണ്ടല്ലോ, അത് അതിനേക്കാൾ ഡേഞ്ചറാ. എന്തെന്നാൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് നമ്മൾ കരുതും. ലോകം അതെങ്ങനെ നോക്കിക്കാണുന്നു എന്നത് തിരിച്ചാകാം. പിന്നെ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും, ക്ഷമയും ചോദിക്കേണ്ടി വരും. ശരി, നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ സൽമാൻ ഖാനെതിരായ ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാനെതിരായ കുറ്റാരോപണം ഇദ്ദേഹത്തിൻ്റെത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളതാണ്. സൽമാൻ, ഇതാണ് ആദ്യത്തെ കുറ്റാരോപണം. കിസി കാ ബായ് കിസി കാ ജാൻ സെറ്റിൽ താങ്കൾ ആ സെറ്റിൽ ഇരുന്ന ആക്ട്രസസ്, അതായത് ഹീറോയിൻ, അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു ഡീസൻ്റ് ആയിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് വരാൻ, അല്ലെങ്കിൽ നെക്ക് ലൈൻ ഡീപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നോക്കൂ സർ, ഇവിടെ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ഡീസൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സിനിമ എടുത്താൽ എല്ലാവരും അത് പോയി കാണും. അവരുടെ കുടുംബത്തെയും കൂട്ടി പോയി കാണും. നിങ്ങളൊക്കെ പോയി കണ്ടതല്ലേ? എല്ലാവരും കണ്ടതല്ലേ? ആരൊക്കെയാണോ കാണാത്തത് അവർ ഈ ഷോ കഴിഞ്ഞതിന് ശേഷം പോയി കാണണം. പക്ഷെ താങ്കൾ ഇങ്ങനെ ഡീസൻ്റ് ആയിട്ട് ഡ്രസ്സ് ധരിക്കണമെന്നൊരു നിയമം ഉണ്ടാക്കിയില്ലേ? ഇത് സ്ത്രീകൾക്ക് മാത്രമാണോ അതോ താങ്കൾക്കും അങ്ങനെയാണോ? സർ, ഇതില് ഡബിൾ സ്റ്റാൻഡ് ഒന്നുമില്ല സർ. ഒരു ഡബിൾ സ്റ്റാൻഡും ഇല്ല. താങ്കളുടെ ഷർട്ട് താങ്കൾ ഒരു സെക്കൻഡിൽ അഴിക്കാറില്ലേ? പക്ഷേ എൻഡിലാണ് സർ ഞാൻ ഷർട്ട് അയക്കുന്നത്. സർ, അതായത് ഇവിടെ നോക്കൂ, ബോഡീസ് ഉണ്ടല്ലോ, സ്ത്രീകളുടെ ശരീരം, അത് വളരെ വളരെ പ്രീഷ്യസ് ആണ്. അത് എത്രത്തോളം മറച്ചിട്ടുണ്ടോ അത് അത്രത്തോളം നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സൽമാൻ, സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. പക്ഷേ താങ്കൾ 17ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിലും ഷർട്ട് ഊരിയിരുന്നല്ലോ. സർ, അതില് സ്വിമ്മിങ് സോങ് ഉണ്ടല്ലോ, അതുകൊണ്ട് അത് ചെയ്യേണ്ടി വന്നു സർ. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. എങ്ങനെയാ പറയേണ്ടത്? ഇത് സ്ത്രീകളുടെ പ്രശ്നമല്ല, ഇത് ആണുങ്ങളുടെ പ്രശ്ന. ഏത് രീതിയിലാണോ അവർ സ്ത്രീകളെ കാണുന്നത്, യുനോ, നിങ്ങളുടെ സഹോദരിമാരെ, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ അമ്മമാരെ, അതെനിക്ക് ശരിയായിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. ഷർട്ട് ഊരുമ്പോൾ മാത്രം ഒരു കുഴപ്പമില്ല സർ. ഞാൻ എന്തിനാണ് ഷർട്ട് അഴിക്കുന്നതെന്ന് വെച്ചാൽ സർ, ഞാൻ ഷർട്ട് അഴിക്കുന്നത് ബാഗി, അതിൽ ഞാൻ ബിഗിനി ഇട്ടിട്ട് ഓടുന്നുണ്ട്. സ്റ്റിൽ ബെറ്റർ ദാൻ ലങ്കോട്ടി. ബിഗിനിക്ക് മുകളിൽ കുറച്ചെങ്കിലുമുണ്ട്. ലങ്കോട്ടി കെട്ടുമ്പോൾ വളരെ നാണാവുമായിരുന്നു. ഞാൻ സെറ്റിൽ വന്നപ്പോഴേ വിചാരിച്ചു, അയ്യോ അള്ളാ. ശരി, താങ്കൾ യുവാക്കളോട് എന്താണ് പറഞ്ഞു വരുന്നത്? സർ, എല്ലാവർക്കും അറിയാം സർ, എന്നാലും ചിലപ്പോഴൊക്കെ എൻജിനീയറിംഗ് നശിച്ചു പോവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ,
നമ്മൾ ഫിലിം ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കാൻ പാടില്ല. അതായത് അവരുടെ കണ്ണുകൾ നമ്മുടെ ഹീറോയിൻസിനെ അങ്ങനെ നോക്കാൻ നമ്മൾ അനുവദിക്കരുത്. താങ്കൾക്ക് OTT കണ്ടന്റിലും പരാതി ഉണ്ടല്ലേ? സർ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സർ. ഐ തിങ്ക് OTTയിൽ കൂടെ സെൻസർ വെക്കുന്നത് നന്നായിരിക്കും സർ. എന്തെന്നാൽ നമ്മുടെ സിനിമയിൽ 2 പഞ്ചിങ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കൂടെ ആക്ഷനിൽ ഉടനെ ഞങ്ങൾക്ക് ടിക്കറ്റാണ് തരുന്നത്. ഇവിടെ വേറെ തരത്തിലുള്ള ആക്ഷനൊക്കെ നടക്കുന്നുണ്ട് സർ. പക്ഷേ അതിന് ABC ഒരു സർട്ടിഫിക്കറ്റും ഇല്ല സർ. അപ്പോൾ എല്ലാ റെസ്ട്രിക്ഷൻസും OTTക്ക് മാത്രമേ ഉള്ളൂ, ബിഗ് ബോസിന് വേണ്ട അല്ലേ? സർ, ബിഗ് ബോസിന് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് സർ. ഞങ്ങളുടെ ബിഗ് ബോസിൽ അവിടെ വന്നാൽ കാണാം. റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടും താങ്കൾ എന്താണ് പറഞ്ഞത്? സുബീർ ഖാനോട് പറഞ്ഞു സത്യമായിട്ടും ഞാൻ സൽമാൻ ഖാൻ ആണെങ്കിൽ നിന്നെ ഒരു വഴിയാക്കിയിട്ടേ വിടുള്ളൂ. ആ സർ, ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു സർ. എന്തെന്നാൽ അവർ സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തെന്നാൽ ഞാൻ മുഴുവൻ ഫൂട്ടേജും കണ്ടു സർ. എന്നിട്ടും അവർ ആർഗ്യൂ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ പക്ഷേ പാറസ് ചാബ്ലയോട് താങ്കൾ എന്റെ കയ്യിൽ കിട്ടിയാൽ അത്രയേ ഉള്ളൂ, നീ പുറത്തേക്ക് വാന്ന് പറഞ്ഞില്ലേ? അതെ, അവരും അങ്ങനെയാണ്. പാരസ് അത്രത്തോളം ചെയ്തില്ല. നമ്മൾ അടുത്ത ആള് പറയുന്നതും കേൾക്കുമല്ലോ. എന്തെന്നാൽ അവരുടെ മുഴുവൻ കണ്ടന്റും കണ്ടിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ക്രിയേറ്റീവ് ഹെഡ്സ് കണ്ടന്റിന്റെ ആളുകളും ഉണ്ട്. അവരാണ് എന്നോട് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്നൊക്കെ പറയാറ്. ആ സമയത്ത് ഇവർക്ക് കുറച്ച് കൂടുതൽ ദേഷ്യം വരാറുണ്ട്, ടെമ്പർ അധികമാവാറുണ്ട്. അപ്പൊ വേറൊരു തരത്തിലാവും. അതാണ് പ്രശ്നം. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ തന്നെ അനലൈസ് ചെയ്ത് നോക്കി. നമ്മൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഐ ഷുഡിൻറ്റ് ഹാവ് റിയാക്ട് ലൈക്ക് ദിസ്. പക്ഷേ ഫീൽഡ് റിയലി ബാഡ്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. സോ സിനിമയിൽ ഇതൊക്കെ ഓക്കെയാണ്. അതൊക്കെ റിട്ടേൺ ഡയലോഗാണ്. ഇവിടെ ഞാനല്ലേ നിങ്ങളോട് സംസാരിക്കുന്നേ. സോ ദെൻ ഐ ഫീൽ ദിസ് നോട്ട് റിക്വയർഡ്. ഓ പിന്നെ ആ കണ്ടന്റ് ഉണ്ടല്ലോ, കണ്ടന്റ് അത് നോക്കിയാലുണ്ടല്ലോ, ബിഗ് ബോസ് വീടിന്റെ കണ്ടന്റ് അത് ചില സമയത്ത് അത് കൂടാറുണ്ട്, ഒരുപാട് അധികം ആവാറുണ്ട്. പിന്നെ അതുകൊണ്ട് ആരെയും ബ്ലെയിം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെന്നാൽ ഫോൺസ് ഇല്ല. ഒരേ ഒരു വീട്ടിനുള്ളിൽ 24/7 ചുറ്റും ക്യാമറയും അവരെ നോക്കിക്കൊണ്ടിരിക്കുക, എല്ലാ ആംഗിൾസിലും അവരെ കാണിച്ചുകൊണ്ടിരിക്കുക. സോ ബിക്കം വെരി ഡിഫിക്കൽട്ട് ഫോർ ദം. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെമ്പർ തന്നെ മാറി. ജനങ്ങൾ എന്താണ് കരുതുന്നതെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിൽ വഴക്ക് പറയുന്നത്, അടി ഉണ്ടാക്കുന്നത്, ദേഷ്യപ്പെടുന്നത് ഇതെല്ലാം ഷോ പോപ്പുലർ ആകാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല സർ, ഐ തിങ്ക് ഇതുകൊണ്ട് ഷോയിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു പോവാണ് ചെയ്യുക. ഇത് നോക്ക്, അത് എൻ്റെ അമ്മ ആ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ മുമ്പേ തന്നെ അമ്മ അത് കണ്ടിരുന്നു. അവർ കാണുന്നത് പകുതി വെച്ച് നിർത്തി. ബിക്കോസ് ഓഫ് ഫോക്സ് കോണ്ടന്റ്, ബിക്കോസ് ഓഫ് അഗ്രഷൻ. ഇപ്പോൾ കഴിഞ്ഞ 2 സീസൺസിലും ഷോ തിരിച്ച് മേലോട്ട് പോയി. എന്തെന്നാൽ മുമ്പേ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇന്ന് നോക്ക്, റൊമാൻസ് ഉണ്ട്, ചെറിയ വഴക്കുകളുണ്ട്, കിച്ചണിലെ വഴക്കുകൾ, മേക്ക് ബിലീവ് ആയിട്ടുള്ള വഴക്കുകളൊന്നുമില്ല. ഒരുപക്ഷെ ആരെങ്കിലും ബിലീവ് ചെയ്താൽ പോലും ഇത് കാണിക്കും. അത് ഫുട്ടേജിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ വീട്ടിൽ തന്നെ പറയുമായിരുന്നു ഇത് ഫുട്ടേജിനുള്ളതാണ് എന്ന്. പക്ഷേ ഷോ കഴിയുമ്പോൾ താങ്കൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛനെയും അമ്മയും ശ്രദ്ധിക്കണം, അവർക്ക് റെസ്പെക്ട് കൊടുക്കണം. അതെയല്ലോ, അത് ഞാൻ എന്താ പറയുന്ന വെച്ചാൽ ഡോണ്ട് ട്രബിൾ യുവർ അമ്മ അച്ഛൻ, പിന്നെ ഭാരത് മാതാ കി ജയ്. സോ ഐ സേ ദാറ്റ് ഓൾ ദ ടൈം. എന്തെന്നാൽ അത് ഞാൻ ബിലീവ് ചെയ്യുന്നു. അത് ഞാൻ ബിലീവ് ചെയ്യുന്നു. ഇത് പേഴ്സണൽ എക്സ്പീരിയൻസിൽ വന്നതാണ്. എന്നാൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയെയും ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ എൻ്റെ അച്ഛനെ ടൈഗർ എന്നും റാംബോ എന്നും വിളിക്കാറുണ്ട്. പിന്നെ അമ്മയെ ഗബ്രിയൽ ഷാക്കൽ എന്ന് വിളിക്കാറുണ്ട്. ഞങ്ങൾ 5 പേരെയാണ് സഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നിറയെ അച്ഛനമ്മമാരുണ്ട്, അവർക്കൊന്നും ഇത് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് വിഷമിക്കാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മയെയും കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ആ കഷ്ടപ്പാടൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി തിരിച്ചു വരും. അതെ, താങ്കൾ കഷ്ടപ്പെടുത്തിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. അവർ വീട്ടിലേക്ക് ഒരു മരുമകൾ വരുമെന്ന് എത്ര വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. സാർ, ഇത് ഞാൻ എന്താ പറയണ്ടേ സാർ, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. മരുമകൾ വേണമെന്നല്ല, കുട്ടി വേണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് നിയമപ്രകാരം നമ്മുടെ നാട്ടിൽ നടക്കാനുള്ള ചാൻസ് ഇല്ല. ഇനി എന്താ ചെയ്യാന്ന് ആലോചിക്കാം സാർ, ആലോചിക്കാം. താങ്കൾ മറ്റൊരാൾക്കും അഡ്വൈസ് ചെയ്തില്ലേ സൽമാൻ, താങ്കളുടെ ഫേവറേറ്റ് ആയ ഷെഹനാസിലിന്? അതെ, ഞാൻ അവർക്ക് അഡ്വൈസ് ചെയ്തു, അതായത് മൂവ് ഓൺ എന്ന്. പക്ഷേ ആ സിദ് ഈ ലോകം വിട്ട് തന്നെ പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് ആലോചിച്ചിരിക്കാതെ ചെനാസ് മൂവ് ചെയ്തോളാൻ പറഞ്ഞു.
മൂവ് ഓൺ. എന്തെന്നാൽ അവർക്ക് കല്യാണം വേണം, കുട്ടി ഉണ്ടാവണം, ഇനിയല്ല ഭാവിയിലുണ്ടാകും. ടു ഗെറ്റ് ഔട്ട് ദ സിന്നേഴ്സ്. എന്തെന്നാൽ അവർക്കത് ചുമക്കാൻ പറ്റാത്ത ഭാരമായിരുന്നു. പാവം കുട്ടി വളരെ തകർന്നുപോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മൂവ് ഓൺ. അതുകൊണ്ട് അതിന് ഈ അർത്ഥമില്ല സർ, ബ്രിങ് ഇറ്റ് ഓൺ, ബ്രിങ് ഇറ്റ് ഓൺ, എന്നെ നോക്കി വരാൻ പറഞ്ഞെന്ന്. പക്ഷെ താങ്കളുടെ ഈ മൂവ് ഓൺ ഇല്ലേ, 1 വിട്ട് 2, 2 വിട്ട് 3, 3 വിട്ട് 4, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുവാണല്ലോ. സർ, അള്ളാഹുവിന്റെ ലവ് ആണ് സർ. ഇല്ല, ഇങ്ങനെ സ്ത്രീകൾ വരുന്നു പോകുന്നു, അത് അങ്ങനെ നടക്കുന്നു സർ. ആക്ച്വലി എല്ലാവരും നല്ലവരാണ്. ഫോൾട്ട് എന്നെ കൊണ്ടാണെന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ തെറ്റ് പറയാം. രണ്ടാമത് പോകുമ്പോൾ തെറ്റ് എൻ്റെ മേലെ ഉണ്ടാകാം. മൂന്നാമത് പോകുമ്പോൾ ഫോൾട്ട് അവരെ മേലെ ചിലപ്പോഴുണ്ടായിരിക്കാം. പക്ഷേ 4-മത് പോകുമ്പോൾ ഡൗട്ട് വന്നു സർ, ഫോൾട്ട് ആ പെണ്ണിൻ്റെ മേലാണോ എൻ്റെ മേലാണോ എന്ന്. 5-മത്തെ പെണ്ണിൻ്റെ മേൽ കൂടെ 60-40. പക്ഷേ അതിനുശേഷവും പെണ്ണുങ്ങൾ വന്നു പോകുമ്പോൾ എൻ്റെ മേലാണ് ഫോൾട്ട് എന്നുള്ള കാര്യം കൺഫേം ആയി സർ. എൻ്റെ ഫോൾട്ടാണ്. അതുകൊണ്ട് ഇതിൽ ആരെയും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം എൻ്റെ തെറ്റാണ്. അത് ഞാൻ ഫിയർ എന്ന് പറയുന്നു. അതായത് അവരുടെ ആ മനസ്സിലിരിക്കുന്ന ആ ജീവിതം, ആ സുഖം എനിക്ക് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു കാരണം. പക്ഷേ ഇപ്പൊ എല്ലാവരും അവരവരുടെ ഇടത്തിൽ നന്നായിരിക്കുമെന്ന് കരുതുന്നു. താങ്കൾ കരൺ ജോഹറിന്റെ അടുത്ത് എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ലെന്ന് ചോദിക്കാം. കാരണം അദ്ദേഹം 2 കുട്ടികളുടെ അച്ഛനായിരിക്കുകയാണ്. സർ, അതാണ് സർ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് സർ. പക്ഷേ ഇപ്പോൾ സെറ്റെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് സർ. നോക്കാം സർ. എനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ് സർ. ഐ ലവ് കിഡ്സ്. പക്ഷേ കിഡ്സ് വരുന്ന കൂടെ മമ്മിയും വരുന്നുണ്ട് സർ. കുട്ടികൾക്ക് അമ്മ വളരെ ആവശ്യമാണ് സർ. പക്ഷേ എൻ്റെ വീട്ടിൽ അമ്മകളുടെ ഒരു ടീം തന്നെ ഉണ്ട്. എൻ്റെ വീട്ടിലൊരു ജില്ല തന്നെയുണ്ട് സർ, ഒരു നാട് തന്നെയുണ്ട്. പക്ഷേ ആ കുട്ടികളുടെ അമ്മ, അതായത് റിയൽ അമ്മ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ഭാര്യ ആയിരിക്കും സർ. അയ്യോ, അത് വളരെ കഷ്ടമായിരിക്കും. ഓക്കെ സൽമാൻ, ഇന്ന് താങ്കളുടെ ജീവൻ ആരാണ്, ആരോടാണ് കമ്മിറ്റ്മെന്റ്? സർ, ഇന്ന് ഞാൻ വെറും ഒരു സഹോദരനാണ്. ഞാൻ ആരാണോ എന്നെ ജീവനെന്ന് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവരെന്നെ സഹോദരൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യുക സർ? ഇതിന് കൈമുട്ടേണ്ട കാര്യമേ ഇല്ല സർ. ഇത് വളരെ ആലോചിക്കേണ്ട വിഷയമാണ് സർ. ഇന്ന് ഈ ലോകം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പല വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യവുമാണ്. അതായത് സൽമാൻ ഖാന്റെ വിവാഹം എപ്പോഴാണെന്നുള്ളത്. എല്ലാത്തിനും മേലെയുള്ളവന്റെ കരുണ ഉണ്ടാവണം സർ. ഒരു കല്യാണം എന്ന് പറയുമ്പോൾ 2 കൂട്ടർ ഒരുമിക്കണമല്ലോ സർ. മുമ്പൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അത് ശരിയായിട്ട് ഒക്കാറില്ല സർ. അറ്റ് എവറി ഗിവൻ പോയിന്റ് ടൈം ചില സമയങ്ങളിൽ ഞാൻ ശരിയെന്ന് പറയും, ആ പെണ്ണ് വേണ്ടാന്ന് പറയും. പിന്നൊരു പെണ്ണ് വേണമെന്ന് പറയും, ഞാൻ വേണ്ടാന്നും പറയും. ഇപ്പോൾ 2 ഭാഗത്തു നിന്നും വേണ്ടാന്നാണ് വരുന്നത്. എപ്പോഴാണ് 2 ഭാഗത്തു നിന്നും വരുന്നത് അപ്പം നോക്കാം സർ, അപ്പം ചെയ്തേക്കാം സർ. അതിനിയും സമയമുണ്ട് സർ. ഇപ്പം 57 വയസ്സായി. ടൈം ഉണ്ട് സർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിരിക്കണം. എനിക്ക് സർ ഒന്നുണ്ടാകണം സർ, അത് നടക്കണം സർ. സർ, ഞാൻ പറഞ്ഞത് ഒരു ഭാര്യ ഉണ്ടാകണം, അത്രയുള്ളൂ. ശരി, അപ്പോൾ കുട്ടികൾ എത്ര വേണം? സർ, കുട്ടികളെ എത്ര പ്രസവിക്കാൻ പറ്റുമോ അത്രയും പ്രസവിക്കണം സർ. നിറയെ കുട്ടികൾ ഉണ്ടാവണം സർ, ഒരുപാട് കുട്ടികൾ ഉണ്ടാകണം. എന്തെന്നാൽ ഇപ്പോൾ നടന്നാൽ പോലും, അതായത് ഒരു 5-6 വർഷത്തിനുള്ളിൽ, സോ ഐ ക്യാൻ സ്റ്റിൽ പ്ലേ വിത്ത് ദം ഫോർ അനദർ 20-25 years. ഇതാണ് സർ പറയുന്നത് ഡെഡിക്കേഷൻ, കൺസിസ്റ്റൻസി, പെസിസ്റ്റൻസ്. ഇത് മാത്രം നിങ്ങൾ വിടാനേ പാടില്ല സർ. ആൻഡ് എനി ഏജ്, ഫ്രം ദി ഏജ് ഓഫ് ടീനേജ് അറ്റ് മൈ ഏജ്, ഐ ആം സ്റ്റിൽ ഐ ഡു perhaps a lot of wrong thing, but I compensate that thing with a lot of right. ഞാൻ എത്രത്തോളം തെറ്റ് ചെയ്തോ, ഞാൻ എന്താ തീരുമാനിച്ചെന്ന് വെച്ചാൽ ഞാൻ അതിനേക്കാൾ 3 മടങ്ങ് നല്ലത് ചെയ്തേ പറ്റൂ.
സൽമാൻ, ഇവിടെ നോക്കുകയാണെങ്കിൽ ധാരാളം കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ താങ്കളുടെ വിവാഹവുമായി വരുന്നുണ്ട്. അതിലൊരാൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം 170 സ്ക്വയർ ഫീറ്റിലാണ് താമസിക്കുന്നത്. ഒരു വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടിയെ എവിടെ കൊണ്ടുവന്നിരുത്തുമെന്ന് ചോദിക്കുന്നു. 170 സ്ക്വയർ ഫീറ്റാ? അല്ല സർ, അതിനേക്കാളും വലുതാണ് സർ. ഇല്ല സർ, വലുതാണ് സർ. ഇല്ല, അത്ര വലുതൊന്നുമല്ല. തുണി വെക്കാനും ചെരുപ്പ് വെക്കാനും സ്ഥലമില്ല. അത് പ്രശ്നമാണ്. എൻ്റെ വൈഫിന് വീട്ടിൽ സ്ഥലം കൊടുക്കാതെ വേറെ ആർക്കാണ് സർ സ്ഥലം കൊടുക്കുക? പക്ഷേ ഞാൻ അവിടെ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടും റൈറ്റ് ഹാൻഡ് ആയിട്ടും ചെറിയ വയസ്സിലെ ഞാൻ അവിടെ ഉണ്ട് സർ. എനിക്കത് ശീലമായി. എൻ്റെ അമ്മ മേലെ ഇരിക്കുന്നുണ്ട് സർ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വീട്ടിലൊന്നും ഇരിക്കണമെന്ന് ആഗ്രഹമില്ല സർ. എന്തോ അതായത് എനിക്ക് ചെറിയ വീട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എൻ്റെ വീട് കണ്ടിട്ടുണ്ട്? അതെ, ഞാൻ താങ്കളുടെ വീട് കണ്ടിട്ടുണ്ട്. ഈ സെറ്റ് എത്ര വലുതാണോ അതിലും വലുതാണ് താങ്കളുടെ വീട്. ഇല്ല സർ, ഇത് വളരെ വലുതാണ് സർ. അങ്ങനെയാണോ? ഇത് വളരെ വലുതാണ്. ഇത് ഐ വിൽ ടെൽ യു. ഇത് നോക്ക്, ഇവിടുന്ന് ഇവിടത്തേക്ക് എൻ്റെ ലിവിങ് റൂം. പിന്നെ അതെ, കറക്റ്റാണ്. ജിം അവിടെ. ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ താങ്കൾക്ക് വിവാഹം കഴിക്കുന്ന ഐഡിയ ഇല്ലെന്നാണ് തോന്നുന്നത്. സർ, ഇപ്പോൾ വളരെ പ്രഷർ വന്നിട്ടുണ്ട് സർ. ഇപ്പോൾ ഒക്കെ എൻ്റെ മദറും ഫാദറും ഇങ്ങനെ നോക്കുന്നു തന്നെ. അതുകൊണ്ട് കുറച്ച് പ്രഷർ അധികമായി. പക്ഷേ നോക്ക്, നടക്കുമ്പോഴാണ് നടക്കൂ. ഇപ്പൊ നോക്ക്, നിങ്ങളൊക്കെ കല്യാണം കഴിച്ച് എത്ര സന്തോഷത്തിലാണുള്ളത്. ഒരുപാട് സന്തോഷത്തിലല്ലേ ഉള്ളത്. ഇത്രയും സന്തോഷം എനിക്ക് ആവശ്യമില്ലെന്നേ. ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം സർ. വുഡ് ലൈക്ക് ടു സീ മീ മാരീഡ്. വിച്ച് മാൻ വുഡ് ടോർച്ചർ ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ അനുഭവിക്കുന്നു, അത് നിങ്ങളും അനുഭവിക്കുന്നു. അത് വളരെ തെറ്റല്ലേ? ഓക്കെ, നിങ്ങൾ കൈയടിച്ച് പറയുക അല്ലെങ്കിൽ കൈ ഉയർത്തി പറയുക. എത്ര പേർക്ക് സൽമാൻ ഖാൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന്? അതായത് നിങ്ങൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഞാനും നിങ്ങളെപ്പോലെ അനുഭവിക്കണം അല്ലേ? അതായത് നിങ്ങൾ ടോർച്ചർ അനുഭവിക്കുന്നത് എനിക്കും കൂടി അനുഭവിക്കണം എന്നല്ലേ? അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതാ നോക്ക്, അവരാണ് ശരിയായ ആളുകൾ. വേണ്ട എന്ന് പറയുന്നു. കറക്റ്റ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ അല്ല അല്ലേ? അതായത് വൈഫ് ഭാര്യയുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇരുന്നിട്ടും അവർ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് കെട്ടാൻ പാടില്ല എന്ന് പറയുന്നു. എന്റെ കാര്യം നോക്ക്, എന്റെ മുടിയൊക്കെ പോയെന്ന് പറയുന്നു. വളരെ വേഗം തന്നെ ഒരു മരുമകൾ വരണം സൽമാൻ. വേഗം തന്നെ താങ്കളുടെ കല്യാണം നടക്കണം. ശരി സർ. നടന്നില്ലെങ്കിലും താങ്കൾ നിങ്ങൾ സങ്കടപ്പെടില്ലെന്ന് അറിയാം. പറയുന്നത് ശരിയാ. പക്ഷെ ആദ്യം ഒരു പെണ്ണിനെ കിട്ടണ്ടേ? അപ്പല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ. ഇപ്പോ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. തീർച്ചയായിട്ടും സർ. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സൽമാൻ ഖാനെതിരായ ചോദ്യശരങ്ങൾ എയ്യുന്നത് തുടരും. കരൺ അർജുൻ സെറ്റിൽ വെച്ച് താങ്കൾ ഷാരൂഖ് ഖാനെ വെടിവെച്ചെന്ന് കേട്ടു. അയ്യോ ഇല്ല സർ, അങ്ങനെയൊന്നും പറയല്ലേ. എല്ലാവരും ഷാരൂഖ് ഖാൻ മരിച്ചുപോയതായി കരുതിയെന്നും കേട്ടു. അതെ, അങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളോട് ഇത് പറഞ്ഞത് ആരാ? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ കേസിന്റെ വിചാരണ ദുബായിൽ വെച്ചാണ് നടക്കുന്നത്. സൽമാൻ ഖാനെയാണ് നമ്മൾ വിചാരണ ചെയ്യുന്നത്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാനെതിരായ കുറ്റാരോപണം. കുസൃതി കാണിക്കുന്നതിൽ ഇദ്ദേഹം നമ്പർ 1 ആണെന്നാണ്. സൽമാൻ, താങ്കൾ എത്ര ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടോ? അവരെല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സൽമാൻ 11 മണിക്ക് എന്ത് ചെയ്യുന്നു, 2 മണിക്ക് എന്ത് ചെയ്യുന്നു, 4 മണിക്ക് എന്ത് ചെയ്യുന്നു, ഒന്നും തന്നെ പറയാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. സർ, ഇതെല്ലാം കള്ളാണ് സർ. 11 മണി എന്ന് പറയുന്നത് തെറ്റാണ് സർ. എന്തെന്നാൽ 11 മണിക്ക് ഞാൻ സെറ്റിൽ വരാറില്ല സർ. അതുകൊണ്ട് ഞാൻ അപ്പോൾ എന്ത് കുറുമ്പ് ചെയ്താലും അത് ഞാൻ എൻ്റെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നത്. സെറ്റിൽ ഞാൻ ആ സമയത്ത് വരാറില്ല സർ. നിങ്ങൾ എൻ്റെ സമയം നോക്കുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൊട്ടീനെ കുറിച്ച് പറയാം സർ. ഞാൻ എഴുന്നേൽക്കുന്ന നോക്കിയാൽ തന്നെ ഏകദേശം 5:30 അല്ല 6 മണിക്ക് എഴുന്നേൽക്കും. അങ്ങനെ മെല്ലെ 6-7 മണിക്ക് ശരിക്കും എഴുന്നേൽക്കും. പിന്നെ കാപ്പി കുടിക്കും, കാർഡിയോ വർക്കൗട്ട് ചെയ്യും, പിന്നെ മേലെ പോകും. അച്ഛൻ്റെ അമ്മയും കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യും. അതിനുശേഷം പിന്നെ ഒരു കാപ്പി കുടിക്കും. പിന്നെ സൈക്കിൾ അങ്ങനെ എക്സസൈസ് ചെയ്യും. പിന്നെ ഫ്രഷായി സെറ്റിലേക്ക് പോകും. സെറ്റിൽ പോയതിന് ശേഷം
അവിടെ സീനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, പിന്നെ ജോലി ആരംഭിക്കും, പിന്നെ ഡയറക്ടർ പേക്കപ്പ് പറയുന്നവരെ ഞാൻ ആ സെറ്റിൽ ഉണ്ടാകും. ഞാൻ വാനിൽ പോയി ഇരിക്കാറില്ല, ഞാൻ AC-യിലും ഇരിക്കാറില്ല. എവിടെയാണോ സെറ്റ് ഞാൻ അവിടെയാണ് ഇരിക്കാറ്. ത്രൂ ഔട്ട് അവർ പേക്കപ്പ് പറയുന്നത് വരെ ഇരിക്കും. പേക്കപ്പ് ആയതിനു ശേഷം then I come. അത് ചില സമയത്ത് പേക്കപ്പ് ആവാൻ രാത്രി 1 മണിയാവും, അല്ലെങ്കിൽ വൈകുന്നേരം 6 മണി 7 മണി വാട്ട് എവർ ടൈം. ഫിക്സ് early, then I come back. I will do some cardio and workout and the family. Then I have my time and go to sleep about 2:33 and again wake up at 5:30. So I sleep only about 2.5-3 hours. That's it. പിന്നെ ഒരു കാര്യം പറഞ്ഞു എന്തെന്നാൽ ലഞ്ച് ബ്രേക്കിന് ശേഷം ഏകദേശം 3:30 മുതൽ 4 മണി വരെ എന്നെ നോക്കുകയാണെങ്കിൽ ആ സെറ്റ് ഷോട്ട് റെഡി സർ, ടേക്കിംഗ് സർ, ദിസ് ഈസ് സംതിങ് ദാറ്റ് ഐ ഗോ ടു യു. ഐ വാസ് ദാറ്റ് ഹാപ്പൻ വിത്ത് മീ. പിന്നെയും ഞാൻ റെഡിയാവും, പിന്നെയും തിരിച്ച് ഉറക്കം വരും. ഞാൻ താങ്കളോട് ഒരു ഉദാഹരണം പറയാം. പറയൂന്നേ. സുൽത്താന്റെ ഡയറക്ടർ അലി അബ്ബാസ് സഫർ, അദ്ദേഹം സർ, പറയുന്നത് ദൈവത്തെ ഓർത്ത് അവരുടെ പേര് എന്നോട് പറയില്ല സർ. അവരുടെ പേരെ പറയല്ലേ, അവരാണ് എനിക്ക് ലങ്കോട്ടി കെട്ടി വെച്ചത്. ഇല്ല, ലങ്കോട്ടി കെട്ടാൻ താങ്കൾ വളരെയധികം കഷ്ടപ്പെട്ടതായിട്ട് അദ്ദേഹം പറഞ്ഞു. സർ, അയ്യോ സർ, ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ കോൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതായത് അവര് ആ സീനെ കുറിച്ച് പറഞ്ഞു, ആ കഥ പറഞ്ഞു. നാളെ നിങ്ങൾ ലങ്കോട്ടി കെട്ടണമെന്ന് പറഞ്ഞു. ഞാനും ശരി, ഓക്കെ, ഉടുത്തേക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും അവർ ലങ്കോട്ടി എടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നപ്പോ, ഓ ദൈവമേ, ഇത് എങ്ങനെ ഉടുക്കുമെന്ന് വിചാരിച്ചു. എന്തെന്നാൽ 5000 പേര് ക്രൗഡ് ഉണ്ടായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റ്, സ്ത്രീകൾ വരെ, പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ. ഞാനെന്താ അവരുടെ കൂടെ മേനേക് പ്യാർ കിയാൽ മുതൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ഉടുത്തു. പിന്നെ വാനിലിരുന്നു. പുറത്തു വരാൻ താല്പര്യമില്ലായിരുന്നു. പുറത്തു വാന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ആ ശരി വരാന്ന് പറഞ്ഞു. അപ്പം ഞാനതൊന്ന് ചുറ്റിക്കെട്ടി, ഒരു ലുങ്കി പോലെ കെട്ടി. എന്നിട്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോ ഷൂട്ട് നടക്കുന്ന ആ സ്ഥലത്തേക്ക് ഞാൻ വന്നു. എല്ലാവർക്കും ഇന്ന് ലങ്കോട്ടി സീനാണെന്ന് അറിയാം. അതുകൊണ്ട് അപ്പം തന്നെ തുടങ്ങി. പെണ്ണുങ്ങളും പിന്നെ അവിടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാവരും കൂടി ഊരിക്കോളൂ ഒന്ന്. ശരിക്കും എനിക്ക് വളരെ നാണക്കേടായി. വിസില് വരെ അടിക്കുന്നുണ്ടായിരുന്നു. ക്യാമറ ഫോൺസ് എല്ലാം പുറത്തേക്ക് വന്നു. അപ്പം തന്നെ ഞാൻ അലിയോട് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് വാനിലേക്ക് തന്നെ പോയി. അതിനുശേഷം ഞാൻ ആർജവം എടുത്ത് തീരുമാനിച്ചു. വലിയൊരു ധൈര്യശാലിയായിട്ട് പുറത്തേക്ക് വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ലുങ്കി ഒന്ന് മാറ്റിയപ്പോഴേക്കും അവിടുന്ന് ഉടനെ റിയാക്ഷൻ വരാൻ തുടങ്ങി. നിങ്ങൾ പറയുന്നത് സത്യ. അതുകൊണ്ടല്ലേ ഞാനത് കെട്ടിയത്. എന്തെങ്കിലും എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്തത്. നിങ്ങൾക്കറിയാലോ, അത് എൻ്റെ ശരീരം കാണിക്കാൻ വേണ്ടിയല്ല. ആ ഫയൽവാൻ എന്ന ആ ക്യാരക്ടർ ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ടേൺഡ് ഔട്ട് പ്രിറ്റി ഓക്കെ. സുൽത്താന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് താങ്കളുടെ പക്കൽ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നില്ലേ? ആ സ്കൂട്ടർ എടുത്തുകൊണ്ട് താങ്കൾ അങ്ങ് പോയെന്ന് കേട്ടു. അതെ സർ, ഷോട്ട് എടുക്കാൻ സമയമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഐ തിങ്ക് UP-യിലായിരുന്നു ഷൂട്ടിംഗ് തുടങ്ങിയത്. ആ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് 150 കിലോമീറ്റർ ഉണ്ടാവും. ആ ഷോട്ടിന് സമയം വന്നു. ഐ തിങ്ക് അതൊരു ട്രാക്ക് എടുക്കണ സീനാണെന്ന് വിചാരിക്കുന്നു. അതെ, ആ ഷോട്ട് തന്നെ. ആ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശരി, ആ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴും ഞാൻ നോക്കി വഴിയിലുള്ള കുട്ടികളെ. ചില കുട്ടികൾ ബാഗ് എടുത്ത് പോകുന്നുണ്ട്. വലിയ ബാഗുമായിട്ട് പോകുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ. അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഞാൻ ഉടനെ സ്കൂട്ടർ തിരിച്ചു കൊണ്ടുവന്നു. എല്ലാവരെയും ഇരിപ്പിച്ചു. അവർ പഠിക്കുന്ന സ്കൂളുണ്ടല്ലോ, ഞങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ കുറച്ചടുത്തായിരുന്നു, വളരെ അടുത്ത്. അതുകൊണ്ട് ടാറ്റ പറഞ്ഞിട്ട് അവരെ വിട്ടു. അലിക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് ഫിലിമിലും ഉൾപ്പെടുത്തി. ആ സീന് വെച്ചു. അതായത് ഞാൻ കുട്ടികളെ വിടുന്ന സീൻ. അതും നടന്നു. പക്ഷേ ഇത് വലിയൊരു കുറുമ്പൊന്നും അല്ല കേട്ടോ. ശരി, ഇത് വലിയ കുസൃതിയൊന്നും അല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കരൺ അർജുൻ സെറ്റിൽ വെച്ച് താങ്കൾ ഷാരൂഖ് ഖാനെ വെടിവെച്ചില്ലേ? അയ്യോ ഇല്ല സർ, അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങളുടെ ഷാരൂഖ് ഖാൻ മരിച്ചു പോയതായിട്ടല്ലേ കരുതിയത്? അതെ, അതായത് അങ്ങനെ ഒരു സംഭവം നടന്നു. പക്ഷെ ഇതാരാ നിങ്ങളോട് പറഞ്ഞത്? ഷാരൂഖ് ആണോ?
ശരി, ആര് പറഞ്ഞെന്നുള്ളത് അങ്ങ് വിട്ടേക്ക്. പക്ഷെ വെടിവെച്ചത് സത്യമല്ലേ? അതെ സർ. ഈ ഷൂട്ടിങ്ങിലൊക്കെ ഡമ്മി ഗണ്ണുണ്ടാവുമല്ലോ. ഞാൻ എൻ്റെ ആക്ഷൻ ഡയറക്ടറോട് PQ വർമ്മയോട് അവരുടെ അടുത്തുനിന്ന് ഡമ്മി ഗൺ വാങ്ങിച്ചു. അവിടെ ഒരു പാർട്ടി നടക്കായിരുന്നു. അവിടെ രാജസ്ഥാനി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഷാറുഖ് ഖാനോട് നിങ്ങളെ ഡാൻസറായിട്ടാണോ വിളിക്കേണ്ടത്, നിങ്ങളോട് വാ എന്ന് പറയും, പക്ഷേ നിങ്ങൾ വരാൻ പാടില്ല. പിന്നെ ഞാൻ വീണ്ടും വിളിക്കും. അപ്പോൾ നമ്മളെ ഇടയിൽ ചെറിയൊരു സ്കഫിൾ നടക്കും, രണ്ടുപേരും വാഗ്വാദം ചെയ്യും. പിന്നെ ഇത് ഡമ്മി തോക്കാണ്, ഇത് വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കാം, വെച്ചിടനെ നിങ്ങൾ താഴെ വീണേക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. ഷാറുഖ് വാ ഡാൻസ് കളിക്കാന്ന് പറയും. എല്ലാ രാജസ്ഥാനി ഡാൻസേഴ്സും വരും, നന്നായിട്ട് പെർഫോം ചെയ്യും. നമ്മളും ഡാൻസ് കളിക്കാന്ന്. അതിനവർ ഇല്ലില്ല എനിക്ക് മൂടില്ല, പിന്നെ വരാന്ന് പറയും. വാ കുറച്ച് കളിക്കാന്ന്. പിന്നെ സോയലും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 5 മിനിറ്റിന് ശേഷം വരൂ ഷാറൂഖ് എന്ന് പറയും. അപ്പൊ അവരുടനെ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ടയർഡാണെന്ന് പറയും. ഞാനപ്പോ എത്ര പ്രാവശ്യമായി വിളിക്കുന്നു, ശരി വാന്ന്. ഞാൻ കൈ പിടിച്ചു, അവരെന്റെ കൈ പിടിച്ച് മാറ്റി എന്നെ തള്ളി വിട്ടു. ഞാൻ അവരെയും തള്ളി. അങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി അഭിനയിച്ചു. ഞാൻ ഉടനെ തോക്കെടുത്ത് അവരെ വെടിവെച്ചു. ഷാറൂഖ് ഉടനെ ഒരു സമ്മർ ഷോട്ട് എടുത്ത് ഒരൊറ്റ വീഴൽ വീണു. ഉടനെ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, എല്ലാവരും കൂടി. ഐ തിങ്ക് അനി ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു, ഷാവിർ സാറിന്റെ മിസ്സിസ് അനി ആൻറ്റി, അനി ഇറാനി അവരും ഉണ്ടായിരുന്നു. അവരുടനെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ഇവനെ ചെറുപ്പം മുതൽ അറിയാം, ഇവൻ അങ്ങനത്തെ പയ്യനല്ല, ഇവൻ എന്താ പറ്റിയെന്നറിയില്ല, അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ആയി. അവിടെ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ഹാവ് ഓൾവേസ് നോൺ ദിസ് ബോയ് ടു ബി ലൈക്ക് ദിസ്. പിന്നെ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാള്, അയാൾ ടൈം വീഡിയോയിലുള്ള ആളായിരുന്നു. അവർ ടൈം വീഡിയോയുടെ ഓണറായിരുന്നു. അവരുടനെ തന്നെ നമ്മളും ഇതിൽ കുടുങ്ങും, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ തന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ കണ്ണുരുട്ടി ദേഷ്യം വന്നതുപോലെ ഞാൻ എല്ലാവരെയും കൊല്ലും, ആരെയും വിടില്ല, അങ്ങനെ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. എല്ലാവരും പേടിച്ചു പോയി. പിന്നെ നമ്മുടെ രാകേഷ് സാർ, അവരുടെ കൈയെല്ലാം വിറക്കാൻ തുടങ്ങി. രാകേഷ് സാർ പേടിച്ചു പോയി. ഇവനെ ആരാണ് എടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ഷാറൂഖിനോട് എണീക്ക്. അപ്പൊ ഷാറൂഖിനെ നോക്കുകയാണെങ്കിലോ ഞങ്ങളൊക്കെ വളരെ ടയർഡായിരുന്നു. എന്തെന്നാൽ ഷൂട്ടിംഗ് രാവിലെ 6 മണിക്ക് ആരംഭിക്കുമായിരുന്നു. അതും ഭയങ്കര വെയിലുണ്ടായിരുന്നു, രാജസ്ഥാനല്ലേ. അപ്പോഴാണ് പ്രശ്നം അധികമായത്. പിന്നെ എന്താ നടന്നെന്ന് വെച്ചാൽ, നമ്മുടെ ഷാറൂഖ് കിടക്കുകയായിരുന്നല്ലോ, ഷാറൂഖ് അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി. ഞാനപ്പോ ഷാറൂഖിനെ എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്ക്, എന്താ അഭിനയിക്കുന്നേ, എഴുന്നേൽക്കുന്നു. പക്ഷെ ഷാറൂഖ് എഴുന്നേറ്റില്ല. പിന്നെ ഷൊഹൈൽ പാനിക്, ബീകുദ പാനിക്, ഞാനടക്കം തോക്ക് ചെക്ക് ചെയ്തു. അപ്പൊ ഷാറൂഖ് കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു. ശരി, ജീവനുണ്ട്. അതിനുശേഷമാണ് ഞാൻ 3-4 പ്രാവശ്യം ഫയർ ചെയ്തത്. പിന്നെ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്തായി കാണിച്ചതെന്ന് എന്നും പറഞ്ഞുകൊണ്ട്. ഇതിൽ സുഹേൽ ഇൻവോൾവ് ആയിരുന്നു, ബീകുദ അർഫിൻ ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ആനി ആന്റി വന്നു, കെട്ടിപ്പിടിച്ചു. ഐ ഷെയർഡ് മിസ്സിസ് പ്രിയങ്ക ദിസ് ഷോ, ഹി ഓൾവേസ് നോ. അപ്പോ പ്രവീൺ റായ് സാർ, അവരൊക്കെ വളരെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പവർഫുൾ ആയിരുന്നു. പിന്നെ എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട്, ഇങ്ങനെയാണോ പേടിച്ചു അല്ലേ കുറച്ച് സമയത്തേക്ക്? എങ്ങനെ പേടിക്കാതിരിക്കും? ഇവിടെ നോക്കൂ സർ, ഐ തിങ്ക് ദ ബെസ്റ്റ് പെർഫോമർ ഓഫ് ഇൻ ദി ഇൻഡസ്ട്രി ഇൻ ഷാറൂഖ് ആൻഡ് ഇത് പറയേണ്ട ആവശ്യമില്ല. അവര് കാരൺ അർജുൻ എന്ന പടത്തിൽ അഭിനയിച്ച പെർഫോമൻസിനെ ഓൺ സ്ക്രീനേക്കാൾ ബെറ്റർ ഇത് തന്നെയാണ്, മച്ച് ബെറ്റർ ഇത് തന്നെയാണ്. എല്ലാവരും വിശ്വസിച്ചു പോയി. ഓടാൻ തന്നെ നിറയെ പേർ തയ്യാറായിരിക്കുകയായിരുന്നു. ശരിക്കും അതൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്കളുടെ കുസൃതികളെ പറ്റി പറയുകയാണെങ്കിൽ സഞ്ജയ് ദത്തിനോട് കാണിച്ച കുസൃതികളാണ് പ്രത്യേകം പറയേണ്ടത്. പക്ഷേ സർ, ഞാൻ സഞ്ജുവിനോടൊപ്പം ചെയ്ത ആ കുറുമ്പൊക്കെ അത് നിറയെ ചെയ്തിട്ടുണ്ട് സർ. പക്ഷേ അതിവിടെ പറയാനൊന്നും പറ്റത്തില്ല സാറേ, അതൊക്കെ വേറെ ലെവലാ. ഒരു പ്രാവശ്യം താങ്കളെ ശരിക്കും വഴക്ക് പറഞ്ഞെന്ന് കേട്ടു സർ. അതായത് അവര് ഞങ്ങളെ കുടുംബത്തിലൊരാളാ, അവരെന്റെ ജ്യേഷ്ഠനാ. അവരിടയ്ക്കിടയ്ക്ക് എന്നെ വഴക്ക് പറയും. അത് സത്യമാണ്. അതിനേക്കാൾ അധികമായിട്ട് ഞങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നു. അതുകൂടാതെ എന്നെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായത് കേട്ടതാൽ ഉടനെ തന്നെ അയാൾ എന്നെ കോൾ വിളിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഞാനും അവരെക്കുറിച്ച് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തിനെ വിളിക്കും. അതുമാത്രമല്ല,
അവരെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ശരിക്കും ഒരു നശിച്ച സമയം. പിന്നെ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് അവർ ഈസ് കം ഔട്ട് ഓഫ് ഇറ്റ്. പിന്നെ അള്ളാഹു ശരിക്കും അവർ താങ്കൾ അദ്ദേഹത്തിന് ഒരു കാർ സമ്മാനമായി നൽകില്ലേ, അത് ഓർമ്മയുണ്ടോ? മേനെ ദിൽ തുച്ച്കോ ദിയ എന്നൊരു സിനിമ. അതില് സുഹിലാണ് ഡയറക്റ്റ് ചെയ്തതും സുഹിലാണ് ആക്ട് ചെയ്തതും. അപ്പോൾ സുഹിൽ സഞ്ജുവിനോട് പറഞ്ഞു, പ്ലീസ് ബാബ, ഇത് ഒരു ഗസ്റ്റ് അപ്പിയറൻസ്, ഇതാണ് ക്യാരക്ടർ, അഫ്കോഴ്സ് നരേറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സിനിമ കംപ്ലീറ്റായി. അങ്ങനെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു ദിവസം സഞ്ജീവൻ്റെ വീട്ടിൽ വന്നു. പാർട്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം നോക്കി എൻ്റെ അടുത്തൊരു വണ്ടി വന്നു, M5 ബ്രാൻഡ് ന്യൂ. പിന്നെ ഞാൻ സഞ്ജുവിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി. പിന്നെ പുറത്ത് റോഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കാറ് ട്രക്കിൽ നിന്നും അൺലോഡ് ചെയ്തു. അങ്ങനെ ട്രക്ക് പറഞ്ഞു വിട്ടു, കാർ റോഡിൽ നിർത്തി. ഞാൻ സഞ്ജുവിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ സഞ്ജുവിനെ, ദിസ് ഈസ് എ ഫസ്റ്റ് പീസ് ഇൻ ദ കൺട്രി, ഐ വാണ്ട് യു ടു ഹാവ് ഇറ്റ്. അവർ താങ്ക്സ് പറഞ്ഞു. പിന്നെ ചാവി എടുത്ത് വലിച്ചെറിഞ്ഞു, അതും കടലിൽ. ആ കാറാണെങ്കിലോ ഒരേ ഒരു ചാവിയിലാണ് വരുന്നത്. ആ കാറാണെങ്കിലോ ഗേറ്റിന് പുറത്തായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അതായത് ഗേറ്റിന്റെ മുമ്പിലായിരുന്നു നിന്നത്. ആർക്കും പുറത്തേക്കും പോകാൻ പറ്റില്ല, ആർക്കും അകത്തേക്കും വരാൻ പറ്റില്ല. കടലിന് നടുക്ക് ഹൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ചാവി വലിച്ചെറിഞ്ഞു. 4 ദിവസം എടുത്തു ആ ചാവി തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കാൻ. There's your time to penny for this? So that is the connect that we have. ഈ സഞ്ജു പോലും എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി കൺവിൻസ് ചെയ്യാൻ കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്ക് ബ്രോ, he should get married now. Yeah, it's amazing bro. He came back so much tired. You tired, come back home. Your wife will ask you how's your day. Your wife will ask you how's your day. Did anyone irritate you? Did you have fun? You are tired. I get you some water. I have a drink. You should get married, guys. All this thing down, bachelor wood. ഇതെല്ലാം വെറുതെ പറയുന്നതാ, ബുൾഷിറ്റ്. സീരിയസ്ലി ബ്രോ, അതെ വെയിറ്റ് ചെയ്യുന്നേ. കല്യാണത്തിന് വേണ്ടി എന്ത് കൺവിൻസ് ചെയ്തെന്നറിയില്ല. ഒരു ദിവസം എനിക്ക് ഫോൺ വന്നു, ബായ് ഐ ആം ഗെറ്റിംഗ് മാരീഡ്. ഐ സേ റിയലി, വെൻ, വാട്ട് യു ബാബ, അഗൈൻ യു ആർ ഗെറ്റിംഗ് മാരീഡ്? എന്താ ഇത്, എന്താന്ന് ചോദിച്ചു. അവർ ബ്രോ ഇത് 3ാമത്തെ റൗണ്ടാണെന്ന് പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം ആയപ്പോഴേക്കും എനിക്ക് ഫോൺ വന്നു. ഈസ് ഓൺലി 1 പേഴ്സൺ. അങ്ങനെ ഒരു ഡൈ ചെയ്തിട്ട് പിന്നെ ആ ദൈവം അത് ഉടച്ചു കളഞ്ഞു. Is something as matters, something as matters. I love him. സഞ്ജുവോട് താങ്കൾക്കുള്ള ആ സൗഹൃദം വളരെ ആഴത്തിലുള്ളതാണ്. അമീർ ഖാനോടൊപ്പം ഉള്ള ഒരു സംഭവം കേട്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരും ന്യൂയോർക്കിലുള്ള സമയത്ത് അവിടെ പെർഫോം ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയുടെ തലയിൽ ദാണ്ടിയ വന്നുകൊണ്ട് പരിക്ക് പറ്റിയെന്ന് കേട്ടു. അതെ, നമ്മൾ ഈ സോങ്ങില് കൈ അങ്ങനെ ഇങ്ങനെയൊക്കെ വീശൂല്ലേ, അവരുടെ കയ്യിൽ നിന്ന് ദാണ്ടി പറന്നങ്ങ് പോയി ഓഡിയൻസിലേക്ക്. ആടി ഇങ്ങനെ അത് നേരെ പോയൊരു പെണ്ണിന്റെ നെറ്റിയിൽ കൊണ്ടു. പെട്ടെന്ന് തന്നെ രക്തം വരാൻ തുടങ്ങി. പക്ഷെ അമീർ ഖാന്റെ ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരുന്നു. ഇല്ല, ഞങ്ങളൊരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, ചുമ്മാ. ആ ചുമ്മായില് ഞാൻ ആ ലെതർ ജാക്കറ്റ് ഇട്ടിട്ട് മേനെ പാർക്കിയുടെ ജീൻസ് പാൻറ് ഇട്ടിട്ട് ഞാൻ പോയി. അവിടെ അവർക്ക് കുറച്ച് ആക്ട് വരാൻ തുടങ്ങി. അതിൽ അവർ ഒരു പട്ടാണി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പട്ടാണി അഴിക്കണം, പിന്നെ വേറെ ഇടണം, പിന്നെ അതും അഴിക്കണം, പിന്നെ അതിൻ്റെ മേലെ വേറെ ഇടണം. ഞാൻ ചോദിച്ചു, അമീർ എങ്ങനെ, ഇതിനെല്ലാം സമയമാവൂല്ലേന്ന്. വെറും 20 സെക്കൻഡിലെ സമയമുള്ളൂന്ന്. പക്ഷെ അമീർ പോയി കഴിഞ്ഞു. അവരെ സമയം വന്നതും അവർ പോയിട്ട് ഈ ജാക്കറ്റ് അങ്ങ് അഴിച്ചു വെച്ചു ഷെർവാണിയോടൊപ്പം. പിന്നെ അവർ പട്ടാണിയെ കെട്ടിവെച്ചു. പക്ഷേ ആ നാട കെട്ടാൻ പറ്റിയില്ല. അങ്ങനെ തന്നെ സ്റ്റേജിലേക്ക് പോയ ഉടനെ ഉരുണ്ട് വീണു. പിന്നെ അത് അവർ അഴിക്കണം എന്ന് വിചാരിച്ചപ്പോൾ നടക്കില്ല. എന്തെന്നാൽ ഷൂ ഇട്ടത് കാരണം അത് അഴിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന അമീർ അങ്ങനെ തന്നെ എന്നെ നോക്കുകയായിരുന്നു. നിനക്ക് കാര്യം നാക്കാടാ. We had a great time.
പിന്നെ ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ ഷോയിന് പോയായിരുന്നു. അതിൽ അമീറും ഞാനും ഇപ്പൊ തന്നെ 3 ദിവസം മുമ്പേ ഞങ്ങൾ ഇത് സംസാരിച്ചിരുന്നു. അന്ന് ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ ഷോയിന് പോയിരുന്നു. അവിടെ 2 പ്രൊമോട്ടേഴ്സ് ഉണ്ടായിരുന്നു, ഓറാബായ് ചോട്ടാബായ്. സൗത്ത് ആഫ്രിക്കയിൽ ഡർബനിലായിരുന്നു ഷോ നടന്നത്. ഒരു ദിവസം മഴ പെയ്തു, അടുത്ത ദിവസവും മഴ പെയ്തു, യുനോ. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിന് മേലെയും അവരെ കൊണ്ട് കനോട്ട് അഫോർഡ് ടു കം ആൻഡ് സീ ദിസ് ജസ്റ്റ് യുവർ ചാരിറ്റി ഷോ ഫോർ ദം. അതുകൊണ്ട് ഞങ്ങൾ പോയി ഷോ ചെയ്യാമെന്ന് കരുതിയിട്ട് പോയി. അവിടെയാണെങ്കിൽ ഗ്രൗണ്ട് ഫുള്ളായിരുന്നു. എവിടെ നോക്കിയാലും ആളുകൾ, എങ്ങോട്ട് നോക്കിയാലും ആളുകളായിരുന്നു. പിറകു വശത്ത് നിന്ന് ഞങ്ങളൊരു എൻട്രി കൊടുത്തു. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു സംസാരം നടക്കുന്നുണ്ടായിരുന്നു, ആളുകൾക്കിടയിൽ ഒരു വാഗ്വാദം. അതുമാത്രമല്ല, പിന്നെ അവിടെ ഒരു സൗണ്ട് കേട്ടു, സിങ് 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 എന്ന്. ഉടനെ അമീർ അനൗൺസ് ചെയ്തു, ഇഫ് യു വാണ്ട് ടു യു നോ സമൺ യു സേ സൽമാൻ ഈസ് എ ഗ്രേറ്റ് സിംഗർ, സൽമാൻ വിൽ സിംഗ്. ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്താ വട്ടായോ എന്ന് ചോദിച്ചു. ഇത് ഇത്തിരി ആളുകളുടെ മുമ്പിൽ വെച്ച് ഞാൻ എങ്ങനെ നോ സിംഗ് സൽമാൻ സിംഗ് സിംഗ് സിംഗ്. ഞാനുടനെ എന്താടാ ഇങ്ങനെ കുടുങ്ങിപ്പോയെന്ന് വിചാരിച്ചു. ഉടനെ അവിടെയുള്ള സിംഗർ ഉണ്ടല്ലോ, ഞാനുടനെ അവരെ വിളിച്ച്, ഡ്യൂഡ് നിങ്ങൾക്ക് ഈ പാട്ട് അറിയാമോ എന്ന് ചോദിച്ചു. യാ എനിക്കറിയാം ഈ സോങ്. ലെറ്റ്സ് ഗോ ബിഹൈൻഡ് ദ വിങ്സ് ആൻഡ് സ്റ്റാർട്ട് സിംഗിങ്. ഉടനെ ഓക്കെ, യുവർ റിക്വസ്റ്റ് ഐ ആം എ ക്വസ്റ്റ്യൻ ആസ്കിങ് ആസ് യു നോ ജിയോ ടു ജിയെ ടു ദ മ്യൂസിഷ്യൻസ് ഹിയർ. ഉടനെ അവർ വായിക്കാൻ തുടങ്ങി, പിറകിലിരുന്ന് അവർ പാടാനും തുടങ്ങി. അവർ പാടുന്നു, ഞാനിവിടെ ലിപ്സ് കൊടുക്കാൻ തുടങ്ങി. ഓൺലി ലിപ്സിംഗ് ആണ് ചെയ്തത്. അമീർ എന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എന്താടാ ഇവൻ ഇങ്ങനെ പാടുന്നേ? ഞാൻ ഇവനെ കൊടുക്കാനെന്ന് വിചാരിച്ചപ്പോ ഇവൻ ഇങ്ങനെ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഫുള്ളി ലിപ്സിംഗ് അല്ലേ. ഞാൻ അവരുടെ അടുത്ത് പോയി അവർക്ക് താങ്ക്സ് പറഞ്ഞു. ഞാൻ ഉടനെ അമീർ ഖാൻ ഈസ് ഗോയിങ് ടു സിംഗ് ടു യു, അമീർ ഖാൻ ഈസ് ഗോയിങ് ടു സിംഗ് ടു യു. അമീർ ഉടനെ അയ്യോ. അതിനുശേഷമാണ് അമീർ തുടങ്ങിയത്, ഐ സെഡ് സിമ്പിൾ പാട്ടാണ്, പാപ്പാ കേത്തെ ഹേ. ശരി വിട്ടേക്ക്, അറിയാമോ അറിയില്ലെന്ന്. ഉടനെ മ്യൂസിക് ആരംഭിച്ചു. അമീർ തുടങ്ങി പാപ്പാ കേറ്റ്. അങ്ങനെ തന്നെ സ്റ്റക്കായി പോയി. അമീർ അങ്ങനെ തന്നെ എന്നെ നോക്കിയായിരുന്നു. Then I joined it. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പാടി. Everyone fans been fortunate that I work with great guys, great producers, great directors, ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ, ഹീറോസ്, ഹീറോയിൻസ്, പിന്നെ ഇത്രയും നാളും കരിയറിൽ നിറയെ പേരെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സർ. ചില ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, അതും ഞാൻ ഒരു തരത്തിൽ പോസിറ്റീവായിട്ടാണ്. ബട്ട് ഈസ് ദർ സംതിങ് ദാറ്റ് ഐ ഓൾവേസ് ബിലീവ്. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു നല്ല സ്ക്രിപ്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്ന് വിചാരിച്ചോ, ആൻഡ് യു ഡോണ്ട് ഗെറ്റ് ലോങ് വിത്ത് that person whoever is going to be with you, you cannot throw that person now. നിങ്ങൾ അവരെ പടത്തിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. നിങ്ങളായിട്ട് തന്നെ പുറത്തേക്ക് വന്നോളൂ. നിങ്ങൾ ബാക്കൗട്ട് ചെയ്തോളൂ. നെവർ ടീപ്സ് സംബഡി. അവരുടെ ചോറിൽ കൈയിടരുത്. നിങ്ങൾ തന്നെ ബാക്കൗട്ട് ആയിക്കോളൂ. ഒരുപക്ഷെ നിങ്ങൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഹി കനോട്ട് ഡു ബാക്ക് ഔട്ട്. ആൻഡ് യു മേക്ക് ഷുവർ ദാറ്റ്സ് എവറിത്തിങ് ഈസ് ഓക്കെ ബിറ്റ്വീൻ യു ഗൈസ്. For we don't like. സൽമാൻ, താങ്കൾ സംശയത്തിനതീതമായ നല്ല റോളുകൾ ചെയ്തിട്ടുണ്ട്, നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്, ജനങ്ങൾ താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അവാർഡ് എന്ന ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അതിൽ താങ്കൾ കുറച്ച് പിന്നിലേക്കാണല്ലോ. തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ്. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇത് എൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. ഐ ഹാവ് നോ പ്രോബ്ലം പീപ്പിൾ ഗോയിങ് ടു അവാർഡ് ഫങ്ഷൻസ്. ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്ന് വെച്ചാൽ എല്ലാവരും പോയി അവാർഡ് വാങ്ങിക്കോളൂ. എല്ലാവരും പോയി അവാർഡ് വാങ്ങിക്കൂ. എന്തെന്നാൽ നിങ്ങൾ അവാർഡ് വാങ്ങിയാലേ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂ, എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നെ പോലെ എല്ലാവരും അവാർഡ് വേണ്ട എന്ന് വിചാരിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ എൻ്റെ പെർഫോമൻസ് എങ്ങനെയാകും? അങ്ങനെയാണോ പറയുന്നത്? എൻ്റെ ഹോസ്റ്റിംഗ് പിന്നെ എന്താകും? അതുകൊണ്ട് ഞാൻ കൈകൂപ്പി പറയുകയാണ്, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യും. പിന്നെ എല്ലാവരും ഈ അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുക്കൂ. പിന്നെ ഈ അവാർഡ് ഫംഗ്ഷനെ വളരെ വലുതാക്കുക. പിന്നെ അതിനെ അവിടെ ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത് കാണുക. ഇല്ല, താങ്കൾ അവാർഡ് ഫംഗ്ഷൻ നടന്നുകൊണ്ടേയിരിക്കണം, അതിൽ ഹോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളും ഈ അവാർഡ് ഫംഗ്ഷൻ നടത്തണമെന്നാണ് വിചാരിക്കുന്നേ. ഓരോരുത്തരും ചെയ്യൂ. അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും ചെയ്താൽ
അതെ, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും അവിടെ വരുന്നതായിരിക്കും. എല്ലാ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ആക്ടേഴ്സും ഹീറോയിൻ സ്റ്റാർസ് എല്ലാ സ്റ്റാർസും വരും. നിങ്ങളുടെ അവാർഡ് ഫംഗ്ഷനിൽ തീർച്ചയായിട്ടും വരും. എന്തെന്നാൽ മുഴുവൻ ഇൻഡസ്ട്രിയും ലവ്സ് യു. ലവ്സ് യു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്കിനുള്ള സമയമായിരിക്കുകയാണ്. ഒരു കാര്യം മുഴുവനായിട്ട് പറഞ്ഞോട്ടെ. ഐ ലവ് യു. താങ്ക് യു സോ മച്ച്. പിന്നെ ഇങ്ങനെ ഐ ലവ് യു പറഞ്ഞ് അതൊരു സ്ഥിരം വാക്കായി മാറി. ഐ ലവ് യു പറയാതെ എനിക്ക് ഇരിക്കാനേ പറ്റില്ല. എന്തെന്നാൽ ഞാൻ അത്രയും പേരോട് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഓട്ടോബയോഗ്രഫി എഴുതുന്ന സമയത്ത് എല്ലാ ലവ് മേറ്ററും അതിൽ വരുമല്ലോ അല്ലേ? സർ, അതൊക്കെ ന്യൂസിൽ വരും. നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സൽമാൻ ഖാനെതിരായ വിചാരണയും ചോദ്യങ്ങളും തുടരും. സൽമാൻ, ഇപ്പോഴെല്ലാം താങ്കൾ വളരെ ടെൻഷനായിരിക്കുന്നു. Y+ സെക്യൂരിറ്റി ഉണ്ട്. എപ്പോൾ നോക്കിയാലും പോലീസും താങ്കളോടൊപ്പം ഉണ്ട്. ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സർ, ഇൻസെക്യൂരിറ്റിയേക്കാൾ ബെറ്റർ സെക്യൂരിറ്റിയാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ ആണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാനെതിരായ കുറ്റാരോപണം. ഇദ്ദേഹത്തിന്റെ അശ്രദ്ധ വളരെ പ്രസിദ്ധമാണ്. സൽമാൻ, ഇപ്പോഴെല്ലാം താങ്കൾ വളരെ ടെൻഷനായിരിക്കുന്നു. Y+ സെക്യൂരിറ്റി ഉണ്ട്. എപ്പോൾ നോക്കിയാലും പോലീസും താങ്കളോടൊപ്പം ഉണ്ട്. പണ്ട് സൈക്കിൾ എടുത്തിട്ട് എവിടെയെങ്കിലും പോവായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലേ? സർ, ഇൻസെക്യൂരിറ്റിയേക്കാൾ ബെറ്റർ സെക്യൂരിറ്റിയാണ്. ഇവിടെയുണ്ട് സർ, സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഇപ്പോ ഒരുപക്ഷെ കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ പുലി ഇപ്പോ കൂടിനുള്ളിൽ കിടക്കുകയാണോ? അതെ സർ, ഇപ്പോൾ റോഡിൽ സൈക്കിൾ ഓടിച്ച് പോകാൻ പറ്റില്ല. തനിച്ച് എവിടെയും പോവാനേ പറ്റുന്നില്ല. അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, അതിനേക്കാൾ എൻ്റെ വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാഫിക്കിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇത്രത്തോളം സെക്യൂരിറ്റി, അവരുടെ വാഹനങ്ങൾ, ഇൻകൺവീനിയൻസ് ടു അതർ പീപ്പിൾ, അതവരുടെ നോട്ടത്തിലേ മനസ്സിലാവും. എന്താ അനിയാ, നീ ഇപ്പോൾ സ്റ്റാർ ആയി അല്ലേ? അങ്ങനെ ഒരു നോട്ടം ഉണ്ടാകും. ജനങ്ങൾക്കത് ഇൻകൺവീനിയൻസ് ആകും. പിന്നെ പാവങ്ങളായ ഫാൻസ്, ചില ത്രെഡ്സ് അതൊക്കെ ഉണ്ട്. സോ ദാറ്റ് ഈസ് എ റീസൺ വൈ സെക്യൂരിറ്റി ഈസ് ദെയർ. അതാ കാരണം. സൽമാൻ, ഈ ത്രെഡ് വളരെ സീരിയസ് ആണ്. അതെ സർ. ഈ ത്രെഡ് താങ്കൾക്ക് രാജ്യത്തിനുള്ളിൽ നിന്നും വരുന്നു, വിദേശത്തു നിന്നും വരുന്നു. അതെ, ഞാൻ അതൊന്ന് എക്സാമിൻ ചെയ്തു. താങ്കൾക്ക് ഈ സെക്യൂരിറ്റി നൽകിയിട്ടില്ലേ? അത് എന്തിനാണ് നൽകിയിരിക്കുന്നതെന്ന് വെച്ചാൽ അത് വളരെ സീരിയസ് ആയുള്ള കാര്യമാണ്. പക്ഷെ താങ്കൾ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. സർ, എന്ത് ചെയ്യണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സർ, എൻ്റെ പിക്ചർ കിസി കെ ബായ് കിസി കെ ജാനിൽ ഒരു ഡയലോഗ് തന്നെയുണ്ട്. ദാറ്റ് ബി ലക്കി 100 times ഹാവ് ടു ബി ലക്കി വൺസ്. അത് ഉണ്ടാകുക തന്നെ ചെയ്യും. സോ ഐ ഗോ ടു ബി വെരി കെയർഫുൾ. പക്ഷെ താങ്കൾ ഷൂട്ടിങ്ങിനും പോകുന്നു, അവാർഡ് ഫംഗ്ഷനും പോകുന്നു, അതുപോലെ ഈദിന്റെ പാർട്ടിക്കും പോകുന്നു, ഇഫ്താർ വിരുന്നിനും പോകുന്നു. സർ, ഞാൻ ഫുൾ സെക്യൂരിറ്റിയോടൊപ്പമാണ് പോകുന്നത്. ഫുൾ സെക്യൂരിറ്റി ആയിട്ട്. പക്ഷേ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലായി. ഇവിടെ ഞാൻ ടോട്ടലി സേഫാണ്. ഇന്ത്യക്കുള്ളിലായി ചില പ്രശ്നങ്ങളുണ്ട്, പ്രോബ്ലം ഉണ്ട്. ബട്ട് ഐ നോ എന്ത് നടക്കണമോ അത് നടന്നേ തീരൂ. നമ്മൾ എന്തൊക്കെ ചെയ്താലും. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഈസ് ദെയർ. അത്രയേ ഉള്ളൂ. പക്ഷേ അതിനു വേണ്ടി ഈസ് ദെയർ എന്ന് പറഞ്ഞ് ഞാൻ പുറത്ത് ഒച്ചത്ത് സംസാരിക്കില്ല. അങ്ങനെ പണ്ടൊക്കെ താങ്കളോടൊപ്പം സുരക്ഷയ്ക്ക് വേണ്ടി ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. ഇപ്പോൾ അതുപോലുള്ള ഒരുപാട് പേരെൻ്റെ കൂടെയുണ്ട്. കുറേ പേര് വന്നിട്ടുണ്ട്.
കുറേ അധികം തോക്കുകളുണ്ട്. ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് തന്നെ ഭയമാകുന്നുണ്ട്. പക്ഷേ സൽമാൻ, അതായത് പോയിന്റ് ചെയ്യണമെന്ന് പോലും അറിയില്ല. മുൻപില് പിറകില് ചില സമയത്ത് ഒരു ലുക്ക് വരും സർ. ഓഹോ, അങ്ങനെയാ, സൂപ്പർ. പിന്നെ ദ ഗൈസ് വിൽ അണ്ടർസ്റ്റാൻഡ്, കനോട്ട് ഗോ ഇൻ ഇവൻ. പിന്നെ നമ്മൾ ഈ മിനിസ്റ്റർ ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ അന്നേരം എല്ലാവരും ഒന്ന് നോക്കുമല്ലോ, കണ്ടോ? അതുപോലെ ആ ലുക്ക് ഇപ്പം എൻ്റെ മേലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അതായത് ഈ സൈറൻ ഗീറൻ അങ്ങനത്തെ സൗണ്ടൊന്നും കേൾക്കാൻ പാടില്ല എന്ന്. മെല്ലെ ഓട്ടിയാൽ മതിയെന്ന്, സ്ലോവാ. എന്തെന്നാൽ എപ്പോഴും അഗ്രസീവായിട്ടുള്ള ആ പാസ്റ്റ് ഫേസിൽ ആ പൈലറ്റ് വണ്ടി അങ്ങ് പോയി കളയും. പക്ഷേ ഞാനിരിക്കുന്ന വണ്ടിയുണ്ടല്ലോ, അത് പുറത്ത് വരും. എന്തെന്നാൽ ആ ഭയപ്പെടുത്തുന്നവരുണ്ടല്ലോ, അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ ജോലി ഞാനല്ലേ ചെയ്യേണ്ടത്. സോ ഐ ടെൽ ഹിം ഡ്രൈവ് വെരി കെയർഫുള്ളി. പക്ഷേ ഈ ത്രെഡിലെ ഇതിന് 20 വർഷത്തിന് മുമ്പുള്ള ഒരു കഥയുണ്ട്, ബ്ലഡ് ബഗീസിന്റെ ഒരു കഥ. സർ, സത്യമായിട്ടും എനിക്കിതെന്താണെന്ന് അറിയില്ല. ഐ ഡോണ്ട് നോ. ഐ സീരിയസ്ലി ഡോണ്ട് നോ. നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം നോക്കിക്കോളൂ സർ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമം തീരുമാനിക്കും സർ. നമ്മുടെ ജഡ്ജി തീരുമാനിക്കും. എന്ത് ഡിസിഷൻ വന്നാലും അത് വി വിൽ ടേക്ക് ഇറ്റ് ഓൺ. സർ, ബ്രിങ് ഇറ്റ് ഓൺ. ഞാൻ താങ്കളുടെ ഈ അഭിപ്രായം റെസ്പെക്ട് ചെയ്യുകയാണ്. കാരണം ആ കേസ് കോടതിയിലാണുള്ളത്. കോടതിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. താങ്കൾ ഈ കേസിൽ നിന്നും പുറത്തു വരുമെന്ന് വിശ്വാസമുണ്ട്. ആപ്കി അദാലത്തിൽ നിന്നും താങ്കൾ രക്ഷപ്പെടും, ആ കോടതിയിൽ നിന്നും രക്ഷപ്പെടും. പക്ഷേ സൽമാൻ ഖാൻ എന്ന വ്യക്തി ഒരു മാഗ്നറ്റ് പോലെയാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ത് കാര്യങ്ങൾ നടന്നാലും, ഒരു വ്യക്തി മരിച്ചു പോയാലും അതിന്റെ കുറ്റവും സൽമാന്റെ പുറത്തായിരിക്കും. കാരണം സൽമാൻ ഖാൻ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല, അതുകൊണ്ട് അദ്ദേഹം പോയി, അതുകൊണ്ട് മരിച്ചു പോയെന്ന്. സർ, ഞാൻ ഇൻഡസ്ട്രിയായിട്ട് അത്ര അടുപ്പമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയിൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്നു. പിന്നെ അവരുടെ കൂടെ ഞാൻ ഷൂട്ടിങ്ങിന് ശേഷം കുറച്ച് സംസാരിക്കും, പിന്നെ വീട്ടിലോട്ട് വരും. അത്രയേ ഉള്ളൂ. പിന്നെ ഞാനായി, എൻ്റെ ഫാമിലിയായി. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ഇൻഡസ്ട്രിയിൽ താല്പര്യമില്ല. സ്ട്രെയിറ്റ് ഔട്ട്, അതായത് പാർട്ടി വെക്കുന്നവൻ, ദിവസവും ഗെറ്റ് ടുഗദറൊക്കെ വെക്കുന്നവൻ, പിന്നെ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ, അതുണ്ടാകും. എന്തെന്നാൽ ചെറുപ്പത്തിലെ ഫ്രണ്ട്സ് ഉണ്ട്, അതുകൂടാതെ സീനിയേഴ്സും ഉണ്ട്. ബട്ട് പിന്നെ എല്ലാവരും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യണമെങ്കിൽ സൽമാൻ ഖാനെ അനുസരിക്കണമെന്ന്. സർ, എനിക്ക് എന്നെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സർ. ഇത്രയും കാലത്തിന് ശേഷമാണ് ആദി ചോപ്ര ജോലി ആരംഭിച്ചത്. ഇപ്പോൾ പുതിയൊരു മൂവി തുടങ്ങുകയാണെന്ന് കരൺ ജോഹറും പറഞ്ഞു. സോ ദീസ് ആർ ദ ബിഗ് പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ. സോ ഐ വാസ് ദർ. വി ഓൾസോ ഐ വാണ്ട് ടു വർക്ക് വിത്ത് മീ. സോ ഐ വാണ്ട് ടു വർക്ക് വിത്ത് ദം. ഇത് ഇപ്പോൾ അടുത്ത കാലത്താണ് ആരംഭിച്ചത്, ഒരു 8-10 വർഷം മുമ്പേ. ബട്ട് ഇതിനു മുമ്പേ ആരും എന്നെ തൊടാറ് പോലും ഇല്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പഴയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ, അതായത് ബബീക്കാൻ ഉണ്ടല്ലോ, അവര് ഗുർബാൻ എടുത്തു എന്നെ വെച്ച്. സാദി കർക്കെ ഫസ്റ്റ് ഗേ ആ പടം ചെയ്തു എൻ്റെ കൂടെ. പിന്നെ ഒരു 4 പടം ചെയ്തു. പിന്നെ ശ്യാം ബിജാർ ഉണ്ടല്ലോ, അവരിപ്പോഴും എൻ്റെ സുഹൃത്താണ്. എന്തെന്നാൽ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ താഴെ വീഴുന്നൊരു സമയം വരുമ്പോൾ ഇവർ മാത്രമാണ് എൻ്റെ കൂടെ ഉണ്ടാവുക എന്ന്. പക്ഷേ എല്ലാവരും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ സൽമാൻ ഒരാളോട് ദേഷ്യപ്പെട്ട പിന്നെ അയാൾ ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇല്ല സർ, പിന്നെ ഞാൻ ദേഷ്യം പിടിച്ചു എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഒരു കാര്യമേ എനിക്കില്ല സർ. അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ല. ദർ ആർ പീപ്പിൾ ഡ്രിങ്ക് ആൻഡ് ഗെറ്റ്. ഞാൻ ഇവനെ വിടത്തില്ല, അവനെ വിടത്തില്ല. പക്ഷേ ഇഫ് ഐ ഹാവ് എ ഡ്രിങ്ക് ഐ വിൽ സെറ്റ്. വിട്ടേക്കെന്നേ. ഐ ഡോണ്ട് ഹാവ് ദാറ്റ് വിൻഡിറ്റീവ് ബോൺ ഇൻ മൈ ബോഡി. ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ആൽക്കഹോൾ. അതായത് ഞാൻ ഇവനെ വിടത്തില്ല. ദർ ആർ വിൽ നെവർ. ഐ വുഡ് നെവർ എവർ ഫോർ ഗിവ് യു. അതുപോലത്തെ കാര്യങ്ങൾ എനിക്കില്ലേ ഇല്ല. ചില സമയത്ത് തോന്നും, പക്ഷേ വിട്. ആൻഡ് ദെൻ വാട്ട് ലൈഫ് ദിസ് ടു ലോങ് ഫോർ സിനിമ സിറ്റി. ഗോ. This was a journey. Use it. You be meant the now. Where are you born to do? Mother booty on somebody, that I don't. അതെ, താങ്കൾ പറയുന്നത് ശരിയാണ്. അത് എല്ലാവർക്കും അറിയാമല്ലോ. പതാൻ ഹിറ്റ് ആവാൻ വേണ്ടി താങ്കൾ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നുള്ള കാര്യം. ഇല്ല സർ, തീർച്ചയായിട്ടും ഇല്ല. ഈ ക്രെഡിറ്റ് ഷാറൂഖ് ഖാന്റെ കയ്യിൽ നിന്ന് ആർക്കും പറിച്ചെടുക്കാൻ പറ്റില്ല. ആദി ചോപ്രന്റെ കയ്യിൽ നിന്നും പറിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും പറ്റില്ല സർ. ഷാറൂഖ് വളരെ കഷ്ടപ്പെട്ട് ചെയ്തതാ.
പിന്നെ ഈ ഫാൻസ് ഷാറൂഖിൻ്റെ പടം കാണാൻ വേണ്ടി അത്രയും കാത്തിരുന്നു. പിന്നെ റൈറ്റ് ടൈം റൈറ്റ് സമയത്തിൽ റൈറ്റ് ഫിലിം വന്നു. പിന്നെ ഷാറൂഖ് ഐ തിങ്ക് ഇസ് ദ ബിഗ് സീറ്റ് ഓഫ് ഇൻ ദിസ് ഫിലിം ഇൻഡസ്ട്രി. അക്ഷയ് കുമാറിന്റെ സെൽഫി റിലീസായപ്പോൾ അദ്ദേഹത്തോടൊപ്പം താങ്കൾ ഒരു വീഡിയോ റിലീസ് അതെ ചെയ്തു. അതെ സർ. കങ്കണയുടെ ഒരു ഫിലിമും താങ്കൾ പ്രൊമോട്ട് ചെയ്തു. അതെ ചെയ്തു സർ. അത് ഇൻഡസ്ട്രിയിൽ എല്ലാവരും എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് ഡിവൈഡഡ് ആണ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് അത്രയ്ക്ക് ഡിവൈഡഡ് ഇല്ല. എല്ലാവർക്കും ഫിനാൻസ് ഉണ്ട്, വേറെ വേറെ ഗ്രൂപ്പും ഉണ്ട്, എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ പ്രശ്നം വന്നാലും എല്ലാവരും അപ്പോൾ ഒരുമിച്ച് നിൽക്കും സർ. താങ്കൾ കരൺ ജോറിനൊപ്പം ഒരു ഫിലിം ചെയ്യുന്നില്ലേ? അതെ സർ. അതെ, ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടല്ലോ അവരോടെ. വളരെ വർഷങ്ങൾക്ക് മുൻപ് കുച്ചു കുച്ചു ഹോത്തായിൽ താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു സപ്പോർട്ടിംഗ് ആക്ടറിന്റെ ജോലി ചെയ്തു. അതെ സർ. ഇല്ല, അപ്പോൾ എന്താ നടന്നെന്ന് വെച്ചാൽ അത് ഐ തിങ്ക് സെയ്ഫ് അലി ഖാൻ, ചന്ദ്രസൂർ സിംഗ് എല്ലാവരും ആ റോൾ ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ സിസ്റ്റർ അൽവീരാവ്, അവർക്ക് നടുവിലൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അവർ അൽവീരാവോട് ചോദിച്ചു. അപ്പോൾ അൽവീര എൻ്റെ അടുത്ത് വന്ന് ഈ ഫിലിം ചെയ്യാമോ എന്ന് ചോദിച്ചു. അവരെന്നോട് ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരോട് ചോദിച്ചു എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്ന്. മൈ സിസ്റ്റർ ഈസ് ടു മീ ഡു ദ ഫിലിം ഫ്രണ്ട് ഓഫീസർ ലൂതർ. പക്ഷേ അവരെല്ലാ സ്ഥലത്തും എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അവരെ കാണുമ്പോൾ പേടിയാണ്. നിങ്ങളുടെ ആദ്യത്തെ ഫിലിമിൽ ഞാൻ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തു, പിന്നെന്തിനാ പേടിക്കുന്നത്? പിന്നെ ഞങ്ങൾ കേട്ട മറ്റൊരു കാര്യം ടൈഗർ 3-ൽ ഷാരൂഖ് ഖാനും താങ്കളോടൊപ്പം ഉണ്ടെന്നാണ്. അതൊരു സർപ്രൈസ് ആണെന്നേ. ശരി, നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. അതെ സർ. അതുവരെ സർപ്രൈസ് അങ്ങനെ തുടരട്ടെ. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സൽമാൻ ഖാനെതിരായ ചോദ്യങ്ങളും വിചാരണയും തുടരും. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഈ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇന്ത്യ ടിവിയുടെ ദുബായിലെ UAE ലോഞ്ചിങ് ചെയ്തതിന്. താങ്ക് യു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥി സൽമാൻ ഖാൻ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാനെതിരായ കുറ്റാരോപണം. ഇദ്ദേഹത്തിന്റെ തലയിടൽ സിനിമാ ലോകത്ത് കൂടുതലാണെന്നാണ്. ഡയറക്ടർ ആരാണെങ്കിലും ശരി, ഫിലിം ഏതാണെങ്കിലും ശരി, ആ ജോലികളിലെല്ലാം താങ്കൾ തലയിടുമെന്നും ഫിലിമിന്റെ സ്ക്രീൻ പ്ലേയും താങ്കൾ ചേഞ്ച് ചെയ്യുമെന്നും ഫിലിമിന്റെ ഡയലോഗും താങ്കൾ ചേഞ്ച് ചെയ്യുമെന്നും പിന്നെ ഫിലിമിലുള്ള ഡാൻസ് സ്റ്റെപ്പ് പോലും താങ്കളാണ് തീരുമാനിക്കുന്നതെന്നും. സർ, സത്യം പറയണോ അതോ കളവ് പറയണോ? ഇത് ആപ്കി അദാലത്താണ്, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യം തന്നെ പറയണം. ഇത്ര നന്നായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ എന്തിനാണ് മാറ്റുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ബട്ട് ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമയിൽ നന്നായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. യെസ്, ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും ചെയ്യും. എന്തെന്നാൽ ആ ഡയറക്ടർ ഉണ്ടല്ലോ, അവർ ഒരേ ഒരു ഡയറക്ടറെ കൂടെയാണ് വർക്ക് ചെയ്തത്. അത് അവർ തന്നെയാ. ഞങ്ങൾ നിറയെ ഡയറക്ടറെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പല വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ആ ഡയറക്ടറോട് കൂടി ഒരു ഹെൽത്തി ഡിസ്കഷനിൽ അത് ശരിയാക്കി. അതായത് ഇത് കറക്റ്റ് അല്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഈ സീന് ശേഷം ഈ സീൻ വരും. ഈ പാട്ട് പോലും അതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. എന്തെന്നാൽ ഇതൊരു സിറ്റുവേഷണൽ സോങ് ആണ്. അപ്പം ഞങ്ങളും അത് മനസ്സിലാക്കും. ഈ ഫിലിം മേക്കിംഗ് ഉണ്ടല്ലോ, അത് ഒരു ടീം വർക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇത് വളരെ നല്ല കാര്യമാണ് സൽമാൻ. താങ്കൾ ഇത് അംഗീകരിച്ചിരിക്കുന്നു, താങ്കൾ ഇത് എതിർത്തില്ല. പക്ഷേ താങ്കൾ ഫിലിമിന്റെ പേര് പോലും മാറ്റുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഫിലിമില്ലേ, ഈ ഫിലിമിന്റെ പേര് ആദ്യം കബി ഈദ് കബി ദീപാവലി എന്ന് ആണെന്നാണ്. ആ പേരും വെക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ സർ. വിചാരിച്ചു കബി ഈദ് കബി ദീപാവലി. ഫിലിമിനുള്ളിലുള്ള കഥയുണ്ടല്ലോ, അത് മുമ്പേ തന്നെ ഉള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് വെച്ച് ചില കറക്ഷൻസ് ഒക്കെ ചെയ്തു. അതായത് നിങ്ങൾ പറഞ്ഞില്ലേ ഇന്റർഫിയർ ചെയ്യണമെന്ന്. ഞാൻ ഇന്റർഫിയർ ചെയ്യുന്നില്ല സർ, ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ കോൺട്രിബ്യൂട്ടാണ് ചെയ്യുന്നത്. സിനിമ നന്നായിട്ട് പോയി, നിങ്ങൾക്കൊക്കെ പിടിച്ചു, അത് നല്ല കാര്യമല്ലേ. പിന്നെ നമ്മുടെ ഡയറക്ടർ ഉണ്ടല്ലോ, അവർ തന്നെ ഒരു റൈറ്റർ ആയിരുന്നു. മുമ്പ് തന്നെ ഞാൻ 2 പടം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ താങ്കൾ എഴുതിയത് കിസി കെ ബായ് കിസി കെ ജാനിൽ. സർ, ഈ പടത്തിന്റെ ടൈറ്റിലാണ് ബൈജാൻ. അത് എൻ്റെ ഫാദറിന് ഇപ്പോഴും കിസി കി ബായ് കിസി കെ ജാൻ
ഈ ടൈറ്റിൽ അത് ഇപ്പോൾ പോലും അവർക്ക് ഇഷ്ടമല്ല. അത് എന്തെന്നാൽ ഇല്ല, അവരെന്താ പറയുന്നത് വെച്ചാൽ ടൈറ്റിൽ എന്ന് വെച്ചാൽ 1 വേർഡ് ആയിരിക്കണം എന്നാണ്. ബട്ട് ഐ ജസ്റ്റ് തോട്ട് ദാറ്റ് ബൈജാൻ വാസ് ടു ആണുങ്ങളുടെ പേര് പോലെയാണല്ലേ. ദാറ്റ്സ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ദാറ്റ് വെറും ആൺകുട്ടികൾ അതായത് താങ്കൾ മാത്രമാണ്. ബായിജാനായിട്ട് മാത്രം ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ജാനായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. സോ അവരുടെ ബായ് മാത്രമല്ല, ജാനും കൂടെ. പിന്നെ പെണ്ണുങ്ങളോ ഈസ് ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് ദ വുമൺ ഇൻ ലവ് ദ ഫിലിം. ഇറ്റ്സ് എ റൊമാൻസ്, യുനോ. ആക്ഷന് വേണ്ട ആക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ അതുമാത്രമല്ല കോമഡി ഉണ്ടായിരുന്നു, പിന്നെ റൊമാൻസ് ഓൺ ദ ഫിലിം സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ഇൻ ഇന്ത്യ ഐ ഡോണ്ട് നോ അബൌട്ട് ഹിയർ വിത്ത് വിമൻസ് ഓഡിയൻസ് യുനോ സ്റ്റാർട്ടഡ് ഗോയിങ് ടു ദ തിയേറ്റർ ടു വാച്ച് ദിസ് ഫിലിം ബിക്കോസ് എന്തെന്നാൽ അതിൽ വരുന്ന ഫാമിലി ഉണ്ടല്ലോ, നമ്മുടെ കൾച്ചർ ഉണ്ടല്ലോ, പിന്നെ സഹോദരന്മാരുടെ സ്നേഹമുണ്ടല്ലോ, ഗേൾ ഫ്രണ്ട്സ് യുനോ എവറി വൺ ഗോൺ ടു ദ സൗത്ത് ഫാമിലി, ഇൻ ലോസ്, ദെൻ വാട്ട് യു ലെസ് ഫോർ ദ ഇൻ ലോസ്. സോ ഓൾ ദ വുമൺ ഹാവ് സ്റ്റാർട്ടഡ് ഫീൽ ദ ഫിലിം നൗ. സോ ഐ ഡിഡ്ന്റ് വാണ്ട് us ടു ബി ഇത് എല്ലാവർക്കുമുള്ള പടമാണെന്ന് വിചാരിച്ചു. അതായത് എല്ലാവരും ആ പടം ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്, എല്ലാവരും അത് കാണുന്നുണ്ട്. പക്ഷെ ചില ഡയലോഗ്സ് താങ്കൾ എഴുതിയെന്ന് ഞാൻ അറിഞ്ഞു. സർ അത് ഇംപ്രൂവ് ചെയ്യും. പക്ഷെ ഞാൻ എന്താണ് കേട്ടതെന്ന് വെച്ചാൽ ഈ ഡയലോഗില്ലേ, ഇത് വളരെ ഫേമസ് ആയിരിക്കുകയാണ്. അതാണ് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. അത് ഷോട്ടിന് മുമ്പേ ചില സമയത്ത് വരും സർ. പിന്നെ ഐ തിങ്ക് അത് റിയൽ ലൈഫിൽ നിന്ന് വരുന്ന സർ. സംതിങ് യു സേ ദാറ്റ് സർ, ഡു മീ ഫേവർ, ഡോണ്ട് ഡു മീ ഫേവർ. സോ അതാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. വാട്ട് യു ഗോയിങ് ഡുവൻസ് ഓഫ് സബ്. സോ ഇതൊക്കെ ഇതെല്ലാം സ്വന്തം ഡയലോഗല്ല, ഇത് ജീവിതത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതാ യുനോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടാകും. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ യുനോ ആ റിയൽ ലൈഫ് കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ ഉൾപ്പെടുത്തും. ദാറ്റ്സ് വൈ ദാറ്റ് ക്യാച്ച് ഓൺ ഓൾസോ. ഇത് റിയൽ ലൈഫിൽ എവിടെയെങ്കിലും താങ്കൾ കേട്ടിട്ടുണ്ടോ? നീ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന്. സർ ഇത് അവരുടെ ഡയലോഗാണ്, നമ്മുടെ ഡയറക്ടർ സാറിൻ്റെ. പക്ഷെ ഡയറക്ടർ അത് താങ്കളുടെ ഡയലോഗ് എന്നാണ് പറഞ്ഞത്. ഡയലോഗ്, പക്ഷെ അവരുടെ ഡയലോഗ് അതിനുശേഷം വളരെ ഒക്കൂടായിരിക്കും. ഐ ജസ്റ്റ് ഫീൽ അപ്പം ഞങ്ങളിങ്ങനെ അങ്ങനെ ചിരിച്ചു കളയും. ബട്ട് ദ ഫിലിം വെരി ഫാന്റാസ്റ്റിക് ഫിലിം. ഇപ്പൊ പുതിയതായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഏത് പടം പുതിയതായിട്ട് വന്നാലും അതിന് മുൻപ് തന്നെ ബോയ്കോട്ട് ബോളിവുഡ് എന്ന് പറയാൻ തുടങ്ങുന്നു. ഫിലിമിന്റെ ട്രെയിലർ, ഫിലിമിന്റെ പേര്, പോസ്റ്റർ എല്ലാം കണ്ട ഉടൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നു. സർ ഇത് ഒരുപാട് കാലമായിട്ട് നടക്കുന്നതാണ് സർ. ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. മുമ്പ് വീടിന് മുമ്പിലൊക്കെ കൂട്ടം കൂടി പോരാട്ടം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ സ്റ്റുഡിയോന്റെ മുമ്പ് ചെയ്യുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തേ പറ്റൂ. ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റുള്ളൂ. അത് ലവ് രാത്രി. അതെ, ലവ് രാത്രി. അതാ ടൈറ്റിൽ. ദാറ്റ് നോ ഒബ്ജക്ഷൻ ദാറ്റ്. So that set also why there no objection, because as a festival, it's not look, that it is just you don't make a fabulous life. Agree to Devanis Sakiness ലവ് യാത്രി എന്ന് വെച്ചാലെന്ന് ചോദിച്ചു. വെച്ചോളൂ എന്ന് പറഞ്ഞു. ലവ് യാത്രി എന്ന് മാറ്റി കഴിഞ്ഞു. സോ അങ്ങനെയാണ് ബജരംഗി ബൈജാൻ. സോ ഈവൻ ടു വെരി പൊളാട്രിക് ദ സെൻസർ ബോർഡ് സൈഡ്. അപ്പോൾ അവർ ബജരംഗി ബൈജാൻ എന്നുള്ള പേര് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഐ സെഡ് ഇത് പഞ്ചാബിലായിരുന്നെങ്കിൽ പിന്നെ ഇത് ബജരംഗി പാജി. പിന്നെ ഇത് യു പിയിലായിരുന്നെങ്കിൽ അപ്പോൾ ബജരംഗി ബയ്യ. പിന്നെ ഇത് മഹാരാഷ്ട്രയിലാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ പേര് ബജരംഗി ബാവു. സോ ഇത് പറഞ്ഞു. സോ ദെൻ ദി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈവൻ പാകിസ്ഥാൻ പോവുകയാണെങ്കിൽ അപ്പോൾ ബജരംഗി ബൈജാൻ തന്നെയല്ലേ. സോ ദെൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് സക്രൻ ദേ ജസ്റ്റ് ഗിവ് ദം ദ ഗോ ഹെഡ്. ബജരംഗി ബായ്ജാനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. വളരെ വലിയ ഹിറ്റായി മാറി. താങ്കൾ എന്താണ് കരുതുന്നത്? താങ്കളുടെ ആക്ടിങ്ങിനെ സംബന്ധിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ആണോ അത്? സർ അതിൽ വലുതായിട്ട് ആക്ടിംഗ് ഒന്നും ഇല്ല സർ. എന്തെന്നാൽ ഫിലിമേ വളരെ സൂപ്പറാണ് സർ. നമ്മൾ സെറ്റിൽ പോകുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് വരും സർ. അത് എങ്ങനെയെന്ന് വെച്ചാൽ ആ ടീമോടൊപ്പം ചേർന്ന് അങ്ങനെ തന്നെ ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് പിന്നെ എനിക്ക് ആ സീൻ വരുമ്പോഴാണെങ്കിലും ശരി എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ ചിന്തിക്കും എനിക്ക് എന്താ പറ്റിയെന്ന്. This guy on purer and purer, and I am just going to opposite direction. Even I am not feeling that I am that niceness. പിന്നെ വീണ്ടും എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നടന്നു കഴിഞ്ഞു.
പിന്നെ എൻ്റെ ഉള്ളിലൊരു ക്ലീൻ അപ്പ് സ്റ്റാർട്ടായി. ആൻഡ് ദെൻ ലൈക്ക് ആഫ്റ്റർ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഐ ഡിഡ് പ്രേം രത്തൻ ദെൻ പായ് ചെയ്തു. അതിന് തന്നെ എനിക്ക് ഒരുപാട് സമയമായി. എന്തെന്നാൽ ആ ഫിലിമിനുള്ളിൽ ഇല്ല, എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഇത് നല്ല കാര്യമാണോ അതോ ഫ്രോഡാണോ എന്ന് അറിയില്ല. ഐ വിൽ ലോട്ട്സ് ഓഫ് ഇമോഷൻസ് മീ ആൻഡ് ദെൻ സ്പെൻഡിങ് ടൈം വിത്ത് ഹിം, ഹിയറിംഗ് ഹിം ടോക്ക് ആൻഡ് ബിക്കോസ് ഈസ് സെയിം ഓൺലി യു ജസ്റ്റ് ഗ്രോൺ 1000 times 1000 ഫോഴ്സ്. അതായത് അത് നോക്കുകയാണെങ്കിൽ ഈ പടം ബജ്റംഗി ബൈജാൻ, ഐ ജസ്റ്റ് നോട്ട് ഇൻ ബജ്റംഗി ബൈജാൻ ക്ലൈമാക്സ്. അത് ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാ കാര്യവും മറന്നിരുന്നു. Rajamouli also pointed out to his father, Mr. Vijayendra Prasad, hey, that visual was not supposed to be of Nawazuddin Siddiqui. That last visual of that Muni going to the mother should have been powers, should have been mind. എന്തെന്നാൽ പടം മുഴുവൻ ഞാൻ വിറ്റിട്ട് വരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം എൻഡിൽ നവാസുദ്ദീൻ്റെ കയ്യിൽ നീ പോയി കൊടുത്തിട്ട് വാന്നും പറഞ്ഞു കൊടുത്തു. ആക്ച്വലി ആ പടത്തിൽ എന്താ നടന്നെന്ന് വെച്ചാൽ ഇല്ല, പടം വളരെ ഹിറ്റായിരുന്നു. ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ആ കാര്യം മാത്രം നടന്നില്ലായിരുന്നെങ്കിൽ ഈ ഫിലിം അതിലും ഹിറ്റായിരുന്നേനെ. ഹാസ് ഹീസ് ദാറ്റ് ദ മദർ ആൻഡ് ദ ചൈൽഡ് ഗെറ്റ് ടുഗദർ ദെൻ ഹി ഗെറ്റ് ഷോട്ട്. മുഴുവനായിട്ടും ബ്യൂട്ടിഫുൾ സീനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പടത്തിൽ താങ്കൾ പറഞ്ഞതൊന്നും ഡയറക്ടർ കേട്ടിട്ടില്ല അല്ലേ? അതെ സർ, ആ പിക്ചറൊക്കെ പോയി സർ. പക്ഷേ ഈ വിഷയം മാത്രം നടന്നിരുന്നെങ്കിലുണ്ടല്ലോ പടം ഇനിയും വളരെ ഹിറ്റായനെ. സഞ്ജയ് ലീല ബെൻസാലിയോടൊപ്പം താങ്കൾ ഒരു പടം ചെയ്യാനിരുന്നതല്ലേ? അതെ സർ, ഇൻഷാ അള്ളാ നടന്നില്ല. ഇൻഷാ അള്ളാ വേറെ ഏതെങ്കിലും പടം ചെയ്യാം. ഒരു കാലത്ത് സൽമാൻ ഖാൻ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. സൽമാൻ ഖാൻ എന്ന് വെച്ചാൽ ഒരു ബാഡ് ബോയ് ആണ്. ആ ഇമേജ് താങ്കൾ മാറ്റിയല്ലേ? സർ, മാറ്റുമല്ലേ വേണ്ടത്? നൈസ് റിലേഷൻഷിപ്പ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് വരുന്നു, ദേ ടേക്ക് പിക്ചേഴ്സ്, ദേ സെൽ ദ പിക്ചേഴ്സ് ആൻഡ് ഗെറ്റ് മണി. ഞാൻ നിങ്ങൾക്ക് ആ പിക്ചേഴ്സ് തരാം, പക്ഷേ ലെഫ്റ്റ് റൈറ്റ്, പിന്നെ മേലെ പിന്നെ താഴെ. ചേട്ടാ ഒരേ ഒരു ഫോട്ടോ, ആ ചേട്ടാ ഒറ്റ ഒന്ന്, ചേട്ടാ അവിടെ ഇവിടെ ചേട്ടാ സ്മൈൽ കഴിഞ്ഞോ? ഓ താങ്ക് യു ഔട്ട്. സോ ഐ ഡു ദാറ്റ് ആൻഡ് ഓൾസോ ഗോയിങ് ഇൻ ടു ദം. പിന്നെ അവരും എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുകയാണ്. ദാറ്റ് നൗ. ബട്ട് ദാറ്റ് ഓൺ എ ടൈം ദർ വാസ് ചെറുപ്പക്കാരനായ കുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ മെച്യൂരിറ്റി ഉള്ള ജേർണലിസ്റ്റായി. ടേക്കൊക്കെ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. ദേ ഗോട്ട് ഇൻ വെരി കോസ്റ്റിക്. എന്തെന്നാൽ അപ്പോൾ അവർ വളരെ വീണായിട്ടിരിക്കുകയായിരുന്നു. അതുമാത്രമല്ല ഫാമിലി ലൈഫിനുള്ളിലും ഇപ്പം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും നടന്നാൽ അത് സോഷ്യൽ മീഡിയയിൽ 5 മിനിറ്റ് കൊണ്ട് വരുന്നുണ്ട്. ബിഫോർ ഈവൻ നോ ഇറ്റ് ആ സമയത്ത് ഞങ്ങൾ 15 ദിവസം ടെൻഷനിലായിരിക്കും, 1 മാസം ടെൻഷനിലായിരിക്കും, എന്തെന്ന് പോലും അറിയത്തില്ല. അതെ, ദാറ്റ് ഈസ് ടു കിൽ യു. ഇപ്പം എന്തെങ്കിലും നടന്നാൽ ജസ്റ്റ് 30 seconds 5 മിനിറ്റിനുള്ളിൽ സോഷ്യൽ മീഡിയയിലേക്ക് വരും. നോക്കുകയാണെങ്കിൽ ടൈമേ ഉണ്ടാവില്ല, വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. എന്തെന്നാൽ ദേ ആർ റൈറ്റിംഗ് അബൌട്ട് ദിസ് അഫെയർ ഓഫ് മൈൻഡ്. അപ്പോൾ ആ ജേർണലിസ്റ്റിനെ കോൺടാക്ട് ചെയ്യണം, വേറൊരു ജേർണലിസ്റ്റിനെ കോൺടാക്ട് ചെയ്യണം, അതുകൂടാതെ ആർട്ടിക്കിൾ എടുക്കാൻ വേണ്ടി പറയണം. ഇത് ചെയ്. ആ 1 മാസം ഒരു വർക്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. It used to be so romantic and there's to hurt your hearts or become friend with people and take our gossip and write these things. And I think all of them, every lies attend to all of lies. I know you're young, we wanna do something. Sasaba did wrong. To now all mature now. You are okay now. പക്ഷേ അതിൽ ടെൻഷൻ ഭയങ്കരമായിരിക്കും. ഗേൾ ഫ്രണ്ടിന് മനസ്സിലാകും അതൊക്കെ. അപ്പോൾ ഹീറോയിൻസിൻ്റെ ഇടയിൽ ഈ ടോപ്പിക് ഇത് ഈസ് വെരി നെസ്റ്റ് ഓഫ്. താങ്കളുടെ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ഒരു ചർച്ച വന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ 5 പേരുണ്ട്, ഞങ്ങൾ അങ്ങനെ വേഗത്തിൽ തോറ്റു തീർക്കുന്നവരല്ലെന്ന് പറഞ്ഞു. വിടില്ല സർ, വിട്ട് തരത്തില്ല. ഞങ്ങളെല്ലാവരും അവരവരുടെ വഴിയിൽ. അതിൽ സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, അക്ഷയ് കുമാർ, അജയ് ദേവ്ഗൺ
പിന്നെ അമീർ ഖാൻ. സോ യു ആർ ഓൾ ഡു അവർ ബെസ്റ്റ്, ഡു എൻ്റർടൈൻ യുവർ പീപ്പിൾ ആൻഡ് ദ ബെസ്റ്റ്, സോ ദാറ്റ് യു ലുക്ക് അറ്റ് us and you take care of your health and be healthy, be good. Even though be hurt, കളിൽ വേദനയുണ്ട്, ആംഗിളിൽ വേദനയുണ്ട്, മുതുകിൽ വേദനയുണ്ട്, അടികിട്ടി, മൂക്ക് പൊട്ടി, ഫ്രാക്ചറായി, എലമെൻ്റ് പൊട്ടിപ്പോയി, ഞങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും we was still give it of best till the very heart. നിങ്ങൾക്ക് ഞങ്ങളുടെ വേദന പോലും ആ സ്ക്രീനിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ ഗ്യാരണ്ടി. ഞങ്ങളുടെ ജോലി മനസ്സിലാവും, പക്ഷേ ഞങ്ങളുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചിരിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും. യു ആർ ടേക്ക് യുവർ ഹെഡ് ഓൺ. സൽമാൻ, എനിക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ 9 വർഷത്തിന് മുമ്പ് വന്നിരുന്ന സൽമാനും ഇപ്പോൾ ആപ്കി അദാലത്തിൽ വന്ന സൽമാനും വ്യത്യാസം ഉണ്ടെന്നാണ്. ഐ ഡോണ്ട് നോ സർ. തിങ്കിങ് സർ, നിങ്ങൾ നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ചില്ലേ? ഇപ്പോൾ ഈ വർഷം ഈസ് യുവർ വാർ വിത്ത് മൈ സെൽഫ്, ഈസ് ആൻ അപ്പോളജി ടു മൈ സെൽഫ്. ഓൾ ദ തിങ്സ് ആർ ഡൺ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് അപ്പോളജീസിനെ പറ്റി ചോദിക്കട്ടെ. അതായത് ഞാൻ എന്നോട് തന്നെ നിറയെ പ്രാവശ്യം മാപ്പ് ചോദിച്ചിട്ടുണ്ട്. പുറത്ത് വളരെ കുറച്ചാണ് ഞാൻ മാപ്പ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വേറെന്താ പറയാനുള്ളത്? ഐ തിങ്ക് എവരി വൺ ടു ജസ്റ്റ് സീ എ ബെറ്റർ വെർഷൻ ഓഫ് ദിംസെൽസ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ വിൽ ട്രൈ ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം. എനിക്കുള്ള എല്ലാ മോശം കാര്യങ്ങളും കുറച്ചിട്ട് എൻ്റെ ഉള്ളിലുള്ള നന്മയെ ഞാൻ മുന്നോട്ട് കൊണ്ടുവരും. സൽമാൻ, താങ്കൾ വളരെ മനോഹരമായിട്ടാണ് ഉത്തരം നൽകിയത്. ഉണ്ടെങ്കിലും ഞാൻ ഗിൽറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. യു ഗൈസ് ആർ വണ്ടർഫുൾ. താങ്ക് യു. സൽമാൻ, ഒരു അനൗൺസ്മെന്റ് ഞാൻ UAE ജനങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. സർ, പറഞ്ഞോളൂ. സൽമാൻ ഖാന്റെ ഏത് ഷോയാണോ ഞങ്ങൾ ദുബായിൽ ചെയ്തത്, ഇത് എന്ന് ടെലികാസ്റ്റ് ആകുന്നുവോ അന്ന് മുതൽ നിങ്ങൾക്ക് ഇന്ത്യ TV UAEയിൽ കാണാൻ സാധിക്കും. സൂപ്പർ. സൽമാൻ ഖാന്റെ ഷോയോടൊപ്പം നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. എറ്റിസലാഡ് ആൻഡ് DUയിൽ നിങ്ങൾക്ക് ഇന്ത്യ TV കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ തന്ന ഈ സ്നേഹം, അതിനുള്ള നന്ദി തീർച്ചയായിട്ടും ഞങ്ങൾ കാണിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫ്രണ്ട്സ്. വന്നട്ടെ. ഇപ്പോൾ ലോഞ്ച് പ്രോഗ്രാമാണ് ഇന്ത്യ TV UAEയുടെ. ആൻഡ് താങ്ക് യു വെരി മച്ച് സൽമാൻ. വരൂ, കട്ട് ചെയ്യാം. ഒരുപാട് നന്ദി. ഐ ആം ഹോണേഡ്. എന്തെന്നാൽ ഇത് ലോഞ്ച് ഞാൻ ആദ്യത്തെ എപ്പിസോഡിലാണ് ഉള്ളത്. നിങ്ങളോടൊപ്പം ചേർന്ന് ഈ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇന്ത്യ TVയെ ദുബായ് UAEയിൽ വെച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. താങ്ക് യു. ഇപ്പോൾ ഇതിന്റെ ഒരു പീസ് താങ്കൾക്ക് ഞാൻ തരാൻ പോവുകയാണ്. താങ്കൾക്ക് എത്രത്തോളം ഷുഗർ അലോഡ് ആണെന്ന് അറിയില്ല, എന്നാലും കുറച്ച് തരാം. കഴിക്കാം. താങ്ക് യു. UAEയിൽ ഇത്രയും നല്ലൊരു ഓഡിയൻസിന്റെ മുന്നിൽ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.